ബയോമെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ലാബ് 5249. നമ്മളിപ്പോൾ നോക്കുന്നത് എക്സ്റേ ടൈമർ സർക്യൂട്ടാണ്. ഐ എം ബിബിൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോമെഡിക്കൽ, EKN GPTC തൃക്കരിപ്പൂർ. ഇതാണ് നമ്മുടെ സിലബസ്. ഈ സിലബസിൽ ഈ മൂന്നാമത്തെ എക്സ്പെരിമെൻ്റ് ഉണ്ടല്ലോ, ടു സെറ്റ് അപ്പ് എക്സ്റേ ടൈമർ സർക്യൂട്ട് ആൻഡ് ഒബ്സർവ് ഔട്ട്പുട്ട് വേവ് ഫോം. ഇതാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോന്നായിട്ട് നോക്കാം. എന്താണ് എക്സ്റേ, എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ് എക്സ്റേ എന്ന്. എക്സ്റേ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കായിട്ട് കുറേ കാര്യങ്ങൾ അറിയാം എന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്. നമ്മൾ ആ തിയറി പാർട്സൊക്കെ ഒരുപാട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാബ് ചെയ്യാനുള്ള സമയമോ കാര്യങ്ങളോ കിട്ടില്ല. അതുകൊണ്ട് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതാണ് എക്സ്റേ ട്യൂബ്. അതിൻ്റെ ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് കാഥോഡ്. ഇതിൽ എന്ത് ചെയ്യും, നമ്മൾ സപ്ലൈ കൊടുക്കും. അറൗണ്ട് ഒരു 6 വോൾട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ഇവിടെ തെർമിയോണിക് എമിഷനാണ് സംഭവിക്കുന്നത്. എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 6 വോൾട്ടിനനുസരിച്ചിട്ട് ആ കൊടുക്കുന്ന വോൾട്ട് എത്രയാണോ, അല്ലെങ്കിൽ ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എത്രയാണോ അതിനനുസരിച്ചിട്ട് ഇത് ഹീറ്റാവും. അങ്ങനെ ഇലക്ട്രോൺസിനെ ഇത് എമിറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഈ ഇലക്ട്രോൺസിന് സപ്ലൈ കൊടുക്കുന്നത് ആരാ? ഈ ഫിലമെൻ്റ് സപ്ലൈ, ഇവിടെ കൊടുക്കുന്ന സപ്ലൈ ആണ്. അത് ലോ വോൾട്ടേജ് ആയിരിക്കും. ശേഷം എന്ത് സംഭവിക്കും, ഒരു ഹൈ വോൾട്ടേജ് ഇവിടെ കൊടുക്കും. ഇത് ആനോഡാണ്, ഇത് കാഥോഡിൻ്റെ ഒരു കണക്ഷനാണ്. ഇവിടെ നെഗറ്റീവ് വോൾട്ടേജും ഇവിടെ ഹൈ പോസിറ്റീവ് വോൾട്ടേജും, ആനോഡിൽ പോസിറ്റീവ് വോൾട്ടേജും കൊടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെയുള്ള ഇലക്ട്രോൺ ഈ ഒരു നെഗറ്റീവ് വോൾട്ടേജിൽ നിന്ന് റിപ്പിൾ ചെയ്യും. അങ്ങനെ അത് ഹൈ കൈനറ്റിക് എനർജി, ഈ ആക്സിലറേഷൻ കൂടും ഈ ഇലക്ട്രോൺസിന്. അങ്ങനെ ഇത് എന്ത് ചെയ്യും, നല്ല ആക്സിലറേഷനിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ആനോഡിൽ എത്തും. ആ ഇലക്ട്രോൺ സഡൻ ആയിട്ട് ഇവിടെ സ്റ്റോപ്പ് ആകും. ആരാ ഈ ഇലക്ട്രോൺസിന് ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? ഇവിടെ കൊടുത്തിരിക്കുന്ന ആനോഡിലെ ഹൈ വോൾട്ടേജ്, അത് ഈ ഫിലമെൻറ്റ് സപ്ലൈ വോൾട്ടേജിനേക്കാളും ഒരുപാട് കൂടുതലായിരിക്കും. അങ്ങനെ ഇവിടെ എത്തുന്ന ഇലക്ട്രോൺ സഡൻ ആയിട്ട് ഇവിടെ സ്റ്റോപ്പ് ആകും. അപ്പം ഇലക്ട്രോൺസ് നന്നായിട്ട് ഇതിലൂടെ പാസ് ചെയ്യും, ഹൈ കൈനറ്റിക് എനർജി പാസ് ചെയ്യും, നല്ല സ്പീഡിലായിരിക്കും പാസ് ചെയ്യുക. പെട്ടെന്ന് നിൽക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഈ ഗെയിൻ ചെയ്ത കൈനറ്റിക് എനർജി മുഴുവൻ, എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്. ആ സ്ഥിതിക്ക് ഇത് ഗെയിൻ ചെയ്ത കൈനറ്റിക് എനർജി, എത്ര എനർജി എന്താവും, അത് എക്സ്റേസ് ആയിട്ട് പുറത്തോട്ട് വരും. ഇത് അതിൻ്റെ ഫിൽട്ടർ സെക്ഷനാണ്, അലൂമിനിയം ഫിൽറ്റേഴ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ്. അത് നിങ്ങൾക്ക് അറിയാം. ഇവിടെ ഒരു വാക്വം, ഇതിൻ്റെ ഈ ചാമ്പർ വാക്വം ആണ്. എന്തുകൊണ്ടായിരിക്കും വാക്വം? എയറോ മറ്റോ ആണെങ്കിൽ എയർ മോളിക്യൂൾസ് ഇവിടെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ വാട്ടർ H2O അല്ലെങ്കിൽ നൈട്രജൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ പോകുന്ന ഇലക്ട്രോൺസ് അതിലൊക്കെ ആ മോളിക്യൂൾസിലൊക്കെ തട്ടിയിട്ട് സ്കാറ്ററിങ് സംഭവിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എക്സ്റേസ് കിട്ടില്ല. ഈ ആനോഡ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ടങ്സ്റ്റൺ ആണ്. നമുക്ക് എക്സ്റേയുടെ സ്പെക്ട്രം അനുസരിച്ചിട്ട്, ഇവിടെ ഉള്ള മെറ്റീരിയൽസ് മാറുന്നതനുസരിച്ചിട്ട് എക്സ്റേസിൻ്റെ സ്പെക്ട്രവും കാര്യങ്ങളും മാറും. അപ്പോൾ ഇത് കുറച്ച് ചെരിച്ചാണ് വെച്ചിരിക്കുന്നത്. എന്തിനാ? ഇവിടെ തട്ടി ഇലക്ട്രോൺസ് ഇവിടെ തട്ടി കൈനറ്റിക് എനർജി അവിടെ ലോസ് ആയി, അത് എക്സ്റേസ് ആയി മാറി, ആ എക്സ്റേസ് കറക്റ്റ് ഇതിലൂടെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഒരു റൊട്ടേറ്റിംഗ് ടൈപ്പ് ആനോഡാണ്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇവിടെ ഹൈ കൈനറ്റിക് എനർജിയിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് ഇവിടെ സ്റ്റോപ്പായി കഴിഞ്ഞാൽ ഇത് എക്സ്റേസ് മാത്രമല്ല ഇവിടെ ഹെവി ഹീറ്റ് ഉണ്ടാക്കും. അപ്പം ആ ഹീറ്റിനെ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റൊട്ടേറ്റിംഗ് ആനോഡും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്. അതിനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഈക്വലായിട്ട് ഹീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ഈ ഹീറ്റിനെ പുറത്തോട്ട് കൊണ്ടുവരും. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങളത് പഠിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ കൂടുതലോട്ട് ഈ ഒരു തിയറിയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മിസ്സാകും. അതുകൊണ്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഇവിടെ കൊടുക്കുന്ന ഫിലമെൻ്റ് വോൾട്ടേജ് ലോ വോൾട്ടായിരിക്കും. ഈ ആനോഡ് വോൾട്ടേജിനെ കമ്പയർ ചെയ്തിട്ട് ചെറിയൊരു വോൾട്ടായിരിക്കും ഇവിടെ കൊടുക്കുന്നത്. അത് ഹീറ്റിംഗ് വോൾട്ടേജ് ആയിരിക്കും. അപ്പം ഇതിൽ കൂടെ കറണ്ടിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും, ഈ കോയിൽ ഹീറ്റാകും. ഹീറ്റായി കഴിഞ്ഞാൽ ഇവിടുന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ തെർമിയോണിക് എമിഷൻ സംഭവിക്കും. ഹീറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ഹീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം അല്ലെങ്കിൽ വാം ചെയ്യാൻ എടുക്കുന്ന സമയം, അതിനെ നമുക്ക് വാം അപ്പ് ടൈം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഏകദേശം 1 സെക്കൻഡൊക്കെ എടുക്കും. 1.2 സെക്കൻഡ്, ബേസിക്കലി 1.2 സെക്കൻഡ്. ഈ ഒരു ടൈം നിങ്ങൾക്ക് എന്തായാലും ഓർമ്മ വേണം, 1.2 സെക്കൻഡ് എന്നുള്ളത്.
ഇത് ഹീറ്റ് ചെയ്യാനെടുക്കുന്ന ടൈം അല്ലെങ്കിൽ വാം ചെയ്യാനെടുക്കുന്ന സമയം ഒന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ സെക്ഷൻ വളരെ ചെറിയ വോൾട്ടേജാണ് കൊടുക്കുന്നത്. വളരെ ചെറിയ വോൾട്ടേജ് കൊടുത്താൽ ഇത് ഹീറ്റാകും. ഹീറ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും. വാം ചെയ്യാൻ കുറച്ച് സമയം എടുക്കും, വാം അപ്പ് ടൈം. അടുത്തത് ഇവിടെ ഹൈ വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്. ഹൈ വോൾട്ടേജ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോൺസ് നല്ല സ്പീഡിൽ ഇങ്ങോട്ട് വരും, ഇവിടെ സ്റ്റോപ്പ് ആകും. ഓക്കെ, അപ്പോൾ ഇവിടെ ഹൈ വോൾട്ടേജ് കൊടുക്കുന്ന സമയം എന്ത് ചെയ്യും? പെട്ടെന്ന് എക്സ്റേസ് പുറത്തോട്ട് എക്സ്പോസ് ആവും. അപ്പം ഇവിടെ ഹൈ വോൾട്ടേജ് കൊടുക്കേണ്ട സമയം ആണ് എക്സ്പോഷർ ടൈം അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യുന്ന സമയം. എത്ര സമയം വേണം എന്നുള്ളത് ഇവിടെ കൊടുക്കുന്ന ഇവിടെ എത്ര വോൾട്ടേജ് കൊടുക്കുന്നോ ആ വോൾട്ടേജിനനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കുന്നത് എത്ര സമയം എക്സ്പോസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ ഏകദേശം ഒരു 10 മില്ലി ആംപിയർ പാസ് ചെയ്യുന്നു വിചാരിക്കുക. ആ 10 മില്ലി ആംപിയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോകുമല്ലോ തെർമിയോണിക് എമിഷൻ വഴി. ആ 20 മില്ലി ആംപിയർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസ് കൂടുമോ കുറയോ? കൂടും. അപ്പം അങ്ങനെ ഇവിടെ ഇതിലൂടെ പോകുന്ന കറണ്ടിനനുസരിച്ചിട്ട് അതിന് കൂടുതലും കുറവും നമുക്ക് അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെ മില്ലി ആംപിയർ സെലക്ഷൻ എന്നാണ് പറയുക. ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് മില്ലി ആംപിയർ ആണ്. അതിനെ നമുക്ക് ഓരോന്നായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. 10 മില്ലി ആംപിയർ, 20 മില്ലി ആംപിയർ, 100 മില്ലി ആംപിയർ, 50 മില്ലി ആംപിയർ എന്നൊക്കെ പറഞ്ഞിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനാണ് മില്ലി ആംപിയർ സെലക്ഷൻ എന്ന് പറയുന്നത്. ഈ മില്ലി ആംപിയർ കൂടുന്നതനുസരിച്ചിട്ട് ഈ ഹീറ്റിംഗ് കൂടും, തെർമിയോണിക് എമിഷൻ കൂടും. അപ്പോൾ എക്സ്റേസ് പുറത്തോട്ട് വരുന്ന എക്സ്റേസും കൂടും. അപ്പം ഒരാൾക്ക് ഒരു 10 മില്ലി ആംപിയർ 1 സെക്കൻഡ് എക്സ്റേ എക്സ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 20 മില്ലി ആംപിയറിൽ 0.5 ടൈം അല്ലെങ്കിൽ 0.5 സെക്കൻഡ് മാത്രം എക്സ്പോസ് ചെയ്താൽ മതിയാവും. എക്സ്പോഷർ ടൈമിനെ കുറിച്ചാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ആ 2 പോയിൻറ്റ്സും കിട്ടിയെന്ന് വിചാരിക്കുന്നു. മനസ്സിലാക്കേണ്ട കാര്യം, ഫിലമെൻറ്റ് ലോ വോൾട്ടേജാണ് കൊടുക്കുന്നത്. അത് ഹീറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. വാമപ്പ് ടൈം, ഹീറ്റ് ചെയ്യുന്ന സമയം വാമപ്പ് ടൈം. അതിന് ശേഷം നമ്മൾ ഒരു ഹൈ വോൾട്ടേജ് ഈ 2 എൻഡിലും കൊടുക്കും. ഹൈ വോൾട്ടേജ് കൊടുക്കുന്നത് എപ്പോഴാണ്? ഇത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് ആദ്യം ഹൈ വോൾട്ടേജ് കൊടുക്കും, പിന്നെ പതുക്കെ ഹീറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം പുറത്തോട്ട് എക്സ്റേസ് വരില്ല. ക്ലിയർ? ആദ്യം ഹീറ്റ് ചെയ്യണം, വാമപ്പ് ചെയ്യണം, അതിന് ശേഷം ആനോഡിൽ ഹൈ വോൾട്ടേജ് കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. നോക്കൂ, ബേസിക് എക്സ്റേ സർക്യൂട്ട്. ഇതാണ് ബേസിക് എക്സ്റേ സർക്യൂട്ട്. ഇത് ലൈനാണ്. ഇത് ഓട്ടോ ട്രാൻസ്ഫോമർ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും? നമുക്ക് എത്ര KVA ആണ് സെലക്ട് ചെയ്യുന്നത്. KVA എന്ന് വെച്ചാൽ എന്താ? ഇവിടെ കൊടുക്കുന്ന ഈ ഹൈ വോൾട്ടേജ് ആണ്, അതിനെ റെക്ടിഫൈ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. AC-നെ DC ആക്കിയിട്ട് കൊടുക്കുന്നതാണ്. അപ്പം അതൊക്കെ സെലക്ട് ചെയ്തു. അതിന് ശേഷം ഈ ട്രാൻസ്ഫോമർ വെച്ചിട്ട് അതിനെ ബ്രിഡ്ജ് റെക്ടിഫിക്കേഷൻ ചെയ്തു. ഒന്ന് ഇത് കാഥോഡാണ്, ഒന്ന് കാഥോഡിലും മറ്റേത് ആനോഡിലും കൊടുത്തു. ഇത് റൊട്ടേറ്റിംഗ് ആനോഡാണ്. ഓക്കെ, ഇതേ കണക്ഷൻ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന സാധനം തന്നെ ഇവിടെ അങ്ങനെ കൊടുത്തു. ശേഷം ഇത് മില്ലി ആംപിയർ സെലക്ഷനാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഓരോരോ റെസിസ്റ്റൻസ് ഉണ്ട്. ഈ റെസിസ്റ്റൻസ് ഓരോരോ പർട്ടിക്കുലർ വാല്യൂ ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് കൂടിയും കുറഞ്ഞും ഇരിക്കുമെന്ന് വിചാരിക്കുക. അപ്പം കൂടുതലുള്ള സ്ഥലത്ത് കറണ്ട് കുറവായിരിക്കും. അപ്പം ആ കറസ്പോണ്ടിങ് മില്ലി ആംപിയറിനനുസരിച്ചുള്ള കറണ്ട് ഇതിലൂടെ കാഥോട്ട് കൂടെ പാസ് ചെയ്യുള്ളൂ. അപ്പം തെർമിയോണിക് എമിഷൻ അത്രത്തോളം ഇലക്ട്രോൺസ് അത്രത്തോളം എമിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് ആ MA സെലക്ടർ, മില്ലി ആംപിയർ സെലക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തിനായിരിക്കും? ടൈമിംഗ് സർക്യൂട്ട് ആൻഡ് സെലക്ടർ. ഇതെന്തിനായിരിക്കും? നമ്മളിതിപ്പോൾ സ്വിച്ച് ഓൺ ചെയ്തു, ഡിവൈസ് മുഴുവൻ സ്വിച്ച് ഓൺ ചെയ്തു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പിന്നെ ഈ KVA നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഹൈ വോൾട്ടേജ്, ആ ഹൈ വോൾട്ടേജ് ഇങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? ഇത്രയും സെക്ഷൻ ഇവിടെ ഹീറ്റ് ആയതിനു ശേഷം മാത്രമേ ഇത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും സെക്ഷൻ വാം ആയതിനു ശേഷം മാത്രമേ ഇത് ഈ ഹൈ വോൾട്ടേജിനെ ഇങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം അത്രയും സമയം ഡിലേ ഉണ്ടാക്കുന്ന ആളാണ്, അല്ലെങ്കിൽ വാം ചെയ്യാൻ വേണ്ടിയിട്ട് ഡിലേ ഉണ്ടാക്കുന്ന ആളാണ് ഈ ടൈമിംഗ് സർക്യൂട്ട്. ഓക്കെ, അത്രയും സമയം ഡിലേ ഉണ്ടാക്കുകയും ചെയ്യും. മാത്രമല്ല, നമ്മളിപ്പോൾ ഇവിടെ ഒരു 20 മില്ലി ആംപിയർ സെലക്ട് ചെയ്ത് വിചാരിക്കാം. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എത്രയാണോ എക്സ്റേസ് എക്സ്പോസ് ചെയ്യേണ്ടത് അത്രയും ടൈമിൽ എക്സ്പോസ് ചെയ്താൽ മതി. ആ ടൈമിങ്ങും കൂടെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ഈ ടൈമിംഗ് സർക്യൂട്ട്. നമ്മുടെ സെക്ഷൻ, നമ്മുടെ പ്രാക്ടിക്കൽ സൈഡ് ഇവിടെയാണ് വരുന്നത്. ഈ സർക്യൂട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാം, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെ വേണം? മില്ലി ആംപിയർ വാമപ്പ് ടൈം. വാമപ്പ് ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വാം ചെയ്യുന്ന സമയം അത് 1.2 സെക്കൻഡ് ഓൾറെഡി പറഞ്ഞു.
പിന്നെയുള്ളത് എക്സ്പോസ് ചെയ്യുന്ന സമയം ആ രണ്ടും കൂടെ ജനറേറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ എയിം. ഓക്കെ, നോക്കാം. ദ എക്സറേറ്റ് ട്യൂബ്, ദ ഹൈ വോൾട്ടേജ് സെക്ഷൻ, ദ കൺട്രോൾ കൺസോൾ. നോക്കാം. ഡോണ്ട് ഫോർഗെറ്റ് ദീസ് ടൈമിങ്സ്. കാഥോഡ് കോയിൽ ഹീറ്റിംഗ് ടൈം, വാം അപ്പ് ടൈം 1.2 സെക്കൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എക്സ്പോഷർ ടൈം, ഇത് എക്സ്പോസ് ചെയ്യുന്ന സമയം, അത് 0.1 മുതൽ 0.5 സെക്കൻഡ് വരെ ആവാം. അത് 15 to 30 മില്ലി ആംപിയർ സെലക്ഷൻ ആണെങ്കിൽ 0.1 മുതൽ 30 മില്ലി ആംപിയറിന് 0.1, 15 മില്ലി ആംപിയറിന് 0.5, ഇത്രയും വരെ ആവാം. അപ്പോൾ നമുക്ക് ജനറലായിട്ട് 0.2 സെക്കൻഡ് എടുക്കാം. അതായത് എക്സ്പോസ് ചെയ്യുന്ന സമയം 0.2 സെക്കൻഡും ഹീറ്റ് ചെയ്യുന്ന സമയം വാം അപ്പ് ടൈം 1.2 സെക്കൻഡും. ഇത് രണ്ടും നിങ്ങൾ ഓർത്ത് വെക്കണം. 1.2 സെക്കൻഡ് ആൻഡ് 0.2 സെക്കൻഡ്. നോക്കാം. ടൈമേഴ്സ് നമ്മൾ ഇനിയിപ്പം ഇവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ സെക്ഷനാണ് നമ്മൾ സർക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. നോക്കാം എന്തൊക്കെ വരുന്നു എന്ന്. ആ ടൈമേഴ്സ് രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. മെക്കാനിക്കൽ സ്വിച്ചും റൊട്ടേറ്റിംഗ് നോബും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ്. അത് 240 മില്ലി സെക്കൻഡിൽ കൂടുതലാണെങ്കിൽ മാത്രമാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഈ ഒരു സമയം ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഇത് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഇലക്ട്രോണിക്സ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോണിക് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, RC ടൈമർ ആൻഡ് ഡിജിറ്റൽ ടൈമേഴ്സ്. RC ടൈമർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൈമിംഗ് ഡിലേ ഉണ്ടാക്കുന്നത് ബൈ യൂസിങ് RC സർക്യൂട്ട്. റെസിസ്റ്ററും കപ്പാസിറ്ററും ഉപയോഗിച്ചിട്ടാണ് ഈ ടൈം ഡിലേ ഉണ്ടാക്കുന്നത്. അതാണ് RC ടൈമർ എന്ന് പറയുന്നത്. ഡിജിറ്റൽ ടൈമേഴ്സ് എന്ന് പറയുന്നത് ഡിജിറ്റൽ സർക്യൂട്ട്സ് ഉപയോഗിച്ചിട്ട്, അതായത് മൈക്രോ കൺട്രോളർ ഉപയോഗിച്ചിട്ടും അങ്ങനത്തെ കുറേ സർക്യൂട്ട്സ് ഉപയോഗിച്ചിട്ട് ഡിലേ ഉണ്ടാക്കുന്നു. അതാണ് ഡിജിറ്റൽ ടൈമർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നോക്കുന്നത് RC ടൈമറാണ്. നോക്കാം. ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ സർക്യൂട്ട് പെട്ടെന്ന് ചെയ്ത് കഴിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം, കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. എത്ര പോയിൻറ്റ്സ് ഉണ്ട്? 6 പോയിൻറ്റ്സ് ഉണ്ട്. ഈ 6 പോയിൻറ്റ്സും നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കണം. ജസ്റ്റ് മനസ്സിലാക്കുക, അത്ര മതി. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിരിക്കും. എന്താണ് ഒന്നാമത്തെ പോയിന്റ്? ഫോർ എ സഡൻ ചേഞ്ച് കപ്പാസിറ്റർ വിൽ ആക്ട് ആസ് ഷോർട്ട് സർക്യൂട്ട്. എന്ന് വെച്ചാൽ എന്താ? ഫോർ എ സഡൻ ചേഞ്ച്, പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടായാൽ കപ്പാസിറ്റർ ഷോർട്ടായിട്ട് ആക്ട് ചെയ്യും. അത്ര മാത്രം മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ ഈ കപ്പാസിറ്ററിലേക്ക് ഇപ്പോൾ സപ്ലൈയോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല അല്ലേ? സ്വിച്ച് ഇങ്ങനെ ഓപ്പൺ ആണ്. പെട്ടെന്ന് ഇവിടെ സപ്ലൈ കൊടുത്തു, സ്വിച്ച് ഓൺ ആക്കി. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെയുള്ള ഇതൊരു 10 വോൾട്ട് ആയിരിക്കാം. ആ 10 വോൾട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ എന്ത് സംഭവിക്കും? ആദ്യമേ കപ്പാസിറ്ററിന് അക്രോസ് വോൾട്ടൊന്നും ഇല്ല, മീൻസ് 0 വോൾട്ട് ആയിരുന്നു. ഇങ്ങനെയായിരുന്നു, ഒരു ലൈനായിരുന്നു. പെട്ടെന്ന് 5 വോൾട്ടായി. പെട്ടെന്ന് ഇത് കൊടുത്തു, 5 വോൾട്ടായി. അപ്പം 0 വോൾട്ട് നിന്ന് 5 വോൾട്ടാകുന്ന ഈ ഒരു സമയം, ഇങ്ങനെ പെട്ടെന്നാകുന്ന ഈ സമയത്ത്, ആ സമയം വളരെ ഷോർട്ടാണ്. അത് 0th സെക്കൻഡ് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ആ സമയം ഈ കപ്പാസിറ്റർ ഷോർട്ട് ആക്ട് ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. നിങ്ങൾക്ക് കുറച്ച് അങ്ങോട്ട് കഴിയുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാകും, അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ മനസ്സിലാവും. ഫോർ എ സഡൻ ചേഞ്ച് കപ്പാസിറ്റർ വിൽ ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. അത് മനസ്സിലാക്കുക. പിന്നെ എന്ത് സംഭവിക്കും? ശേഷം കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. ഇത് സ്വിച്ച് ഓൺ ആക്കി, ഒരു 10 വോൾട്ട് ഉണ്ട് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ആദ്യം റെസിസ്റ്റർ ഇല്ല വിചാരിക്കുക. അപ്പം കപ്പാസിറ്റർ പെട്ടെന്ന് ചാർജ് ആവും. എത്ര വോൾട്ട് വരെ? എത്രയാണോ ഇൻപുട്ട് കൊടുത്തത് അത്ര വോൾട്ട് വരെ ചാർജ് ആവും. ഇനിയിപ്പോൾ റെസിസ്റ്റർ ഉണ്ട് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? സ്വിച്ച് ഓൺ ആക്കി, 10 വോൾട്ടാണുള്ളത്. പതുക്കെ ഈ റെസിസ്റ്റർ ഇവിടെ ഉള്ളത് കൊണ്ട് ചെറിയൊരു കറണ്ടിലൂടെ പാസ് ചെയ്യും. ആ കറണ്ടിനനുസരിച്ചിട്ട് കപ്പാസിറ്റർ ഇവിടെ പോസിറ്റീവും മേലെയുള്ള ഭാഗം പോസിറ്റീവും താഴെ നെഗറ്റീവുമായിട്ട് പതുക്കെ ചാർജ് ചെയ്യാൻ തുടങ്ങും. ആദ്യം എത്രയാവും? ഇത് 10 വോൾട്ടാണ് ഇൻപുട്ട് കൊടുത്തത്. പെട്ടെന്ന് 10 വോൾട്ടൊന്നും ആവില്ല. ആദ്യം 0.1, 0.2, 0.3, 0.4, അങ്ങനെ 1 വോൾട്ട്, 2 വോൾട്ട്, 3 വോൾട്ട്, അങ്ങനെ 5 വോൾട്ട്, 6 വോൾട്ട്, 8 വോൾട്ട്, 9 വോൾട്ട്, 10 വോൾട്ട്, അങ്ങനെ പതുക്കെ ഇൻപുട്ട് കൊടുത്ത അതേ വോൾട്ടിലോട്ട് ഇത് ചാർജായി വരും. ആ ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്താണ്? ഫോർ എ സഡൻ ചേഞ്ച് കപ്പാസിറ്റർ വിൽ ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട്, ലേറ്റർ കപ്പാസിറ്റർ വിൽ ചാർജ്. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. രണ്ടാമത്തത്, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് സെനർ ഡയോഡിനെ പറ്റിയിട്ട്. ഇതും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ സെനർ ഡയോഡ് യൂസ് ചെയ്യുന്നത്? സെനർ ഡയോഡ് നമ്മൾ റെഗുലേറ്ററായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് സെനർ ഡയോഡ് റെഗുലേറ്ററായിട്ട് യൂസ് ചെയ്യുക? നമ്മൾ കടയിൽ പോയിട്ടൊരു സെനർ ഡയോഡ് വാങ്ങുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് വാങ്ങുക? എനിക്ക്
5 വോൾട്ടിൻ്റെ അല്ലെങ്കിൽ 5.1 വോൾട്ടിൻ്റെ ഒരു സെനർ ഡയോഡ് വേണം, അല്ലെങ്കിൽ 3.3 വോൾട്ടിൻ്റെ ഒരു സെനർ ഡയോഡ് വേണം. ആ വോൾട്ടേജ് ആണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന സെനർ ഡയോഡിൽ VZ അല്ലെ 3 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3.3 വോൾട്ട് എന്നൊക്കെയാണ്. അങ്ങനെ സെനർ ഡയോഡ് നിങ്ങൾക്ക് കിട്ടും. സെനർ ഡയോഡിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ അത് റെഗുലേറ്ററായിട്ട് ആണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെനർ ഡയോഡ് വിൽ ഓൾവേസ് കണക്ട് ഇൻ റിവേഴ്സ് ബയാസ്. നോക്കൂ, ഇത് പോസിറ്റീവാണ്, P ആണ്, ഇത് N ആണ്. അപ്പോൾ N കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പോസിറ്റീവിലോട്ടാണ്. അതായത് അപ്പോൾ ഇതെന്ത് ബയാസാണ്? റിവേഴ്സ് ബയാസ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ഇതിൽ കൂടെ ചെറിയൊരു കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങിയ സെനർ ഡയോഡ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന സെനർ വോൾട്ടേജ് എത്രയാണോ സെനർ ഡയോഡിൻ്റെ, ആ വോൾട്ടേജ് നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ ഇപ്പം വെച്ചിരിക്കുന്ന ഡയോഡ് 3.3 വോൾട്ടിൻ്റെ സെനർ ഡയോഡാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിന് അക്രോസ് എത്ര വോൾട്ട് കിട്ടും? 3.3 വോൾട്ട് കിട്ടും. 5.6ൻ്റെ സെനർ ഡയോഡാണെങ്കിലോ ഇതിന് അക്രോസ് 5.6 വോൾട്ട് കിട്ടും. 5.1ൻ്റെ ആണെങ്കിൽ 5.1 കിട്ടും. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. ഒരു സെനർ ഡയോഡ് നമുക്ക് റെഗുലേറ്ററായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. ഓപ്പൺ പാസ് കമ്പാരറ്റർ, ഇത് വളരെ സിമ്പിളാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മളിവിടെ 741 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു കമ്പാരറ്റർ സർക്യൂട്ട് ആയിട്ട് നിങ്ങൾ അത് ഒരു 741 യൂസ് ചെയ്യുന്നത് ഒരു നല്ലൊരു മെത്തേഡല്ല. നമുക്ക് LM399 ഉണ്ട്, അങ്ങനത്തെ കുറേ ICs ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് 741 ആണ്. ആ 741 ഉപയോഗിച്ചാൽ കുറച്ചൊരു സർക്യൂട്ടിൽ കുറച്ചൊരു ചേഞ്ചസ് ഒക്കെ വരണം. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എങ്ങനെയാണ് ഓപ്പാം കമ്പാരറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്? ഓപ്പാമിൽ ഇൻവേർട്ടിംഗ് ടെർമിനലും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലും ഉണ്ട്, ആണല്ലോ. ഇൻവേർട്ടിംഗ് ടെർമിനൽ ആണ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിനേക്കാൾ വോൾട്ടേജ് കൂടുന്നതെങ്കിൽ, ഒരു ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഉള്ളത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇൻവേർട്ടിംഗ് ടെർമിനലാണ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിനേക്കാൾ വോൾട്ടേജ് കൂടുന്നതെങ്കിൽ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ കണക്ട് ചെയ്തിട്ടുള്ള -VCCയെ ഔട്ട്പുട്ടിലോട്ട് ഡ്രൈവ് ചെയ്യും. മീൻസ് ഔട്ട്പുട്ട് -VCC ആയിരിക്കും. അതാണ് ഒരു കാര്യം. ഇനി -VCC അല്ല, അവിടെ ഗ്രൗണ്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിലോ ഔട്ട്പുട്ടിലോട്ട് കിട്ടുന്നത് ഗ്രൗണ്ട് ആയിരിക്കും എന്ന് 741ൻ്റെ കേസിൽ പറയാൻ പറ്റില്ല. കാരണം 741 -VCCയിൽ അല്ലെങ്കിൽ ഈ പിന്നിൽ ഗ്രൗണ്ട് കൊടുത്തിട്ട് ചെയ്യുന്ന ഒരു തരം കമ്പാരറ്റർ IC അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു കണ്ടീഷനിൽ 741 യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. കമ്പാരറ്റർ പർപ്പസിന് തന്നെയായിട്ടുള്ള IC ഉണ്ട്, LM399 പോലത്തെ ICകളുണ്ട്. അത് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതിനകത്ത് ഇപ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിവിടെ ഗ്രൗണ്ട് കൊടുത്തു വിചാരിക്കാം. അപ്പം ഇൻവേർട്ടിംഗ് ടെർമിനൽ ആണ് കൂടുതൽ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിനെക്കാട്ടും എങ്കിൽ ഈ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കുള്ള കണക്ട് ചെയ്തിട്ടുള്ള ഗ്രൗണ്ടാണ് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. പക്ഷേ കിട്ടില്ല, അവിടെ ഒരു ഓഫ്സെറ്റ് വോൾട്ടേജ് കാണിക്കും. ശരിക്കും കിട്ടേണ്ടത് ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്ത് കൊടുത്തോ, ഇൻവേർട്ടിംഗ് ടെർമിനലിലാണ് വോൾട്ടേജ് കൂടുന്നതെങ്കിൽ -VCC എന്നുള്ള ഈ പോയിന്റിൽ എന്ത് കൊടുത്തോ അത് തന്നെ ഔട്ട്പുട്ട് കിട്ടണം. അതാണ് കാര്യം. ഇനി നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലാണ് കൂടുതലെങ്കിലോ പോസിറ്റീവ് സപ്ലൈ എന്ത് കൊടുത്തോ അത് തന്നെ ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് കമ്പാരറ്റർ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. വളരെ സിമ്പിളാണ്. കമ്പാരറ്റർ കമ്പയർ ചെയ്യും. ആരൊക്കെ തമ്മിൽ? ഇൻവേർട്ടിംഗ് ടെർമിനലും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലും തമ്മിൽ കമ്പയർ ചെയ്യും. ഇൻവേർട്ടിംഗ് ടെർമിനലാണ് കൂടുന്നതെങ്കിൽ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ കണക്ട് ചെയ്തിട്ടുള്ള, അതായത് -VCC എന്ത് കണക്ട് ചെയ്തോ അതിന് ഔട്ട്പുട്ട് തരണം. അവിടെ -VCC ആണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ, അല്ലെ -5 വോൾട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ -5 വോൾട്ട് വരണം. -2 വോൾട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ -2 വോൾട്ട് വേണം. 0 ആണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 0 വരണം. ഇനി +VCC, ഇനി നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലാണ് കൂടുതലെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ കൊടുത്ത സാധനത്തിനെ ഔട്ട്പുട്ടിലോട്ട് തരണം. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ 5 വോൾട്ട് കൊടുത്തെങ്കിൽ 5 വോൾട്ടിനെ തരണം. 10 വോൾട്ടാണ് കൊടുത്തെങ്കിൽ 10 വോൾട്ടിനെ തരണം. 2 വോൾട്ടാണ് കൊടുത്തെങ്കിൽ 2 വോൾട്ടിനെ തരണം. അങ്ങനെയാണ് വേണ്ടത്. ആ ഒരു പർപ്പസിൽ അങ്ങനെ നോക്കുന്ന സമയത്ത് വേറെ ICകൾ അവൈലബിൾ ആണ്. 741 നമ്മളിവിടെ യൂസ് ചെയ്യുന്നു, അത്രമാത്രം. ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച്. അടുത്ത പോയിന്റ്, ട്രാൻസിസ്റ്റർ ഒരു സ്വിച്ച് പോലെ ആക്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ, അതായത് നമ്മൾ ചില റിലേ പോലത്തെ കാര്യങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ട്രാൻസിസ്റ്റർ ഒരു സ്വിച്ച് പോലെ ആക്ട് ചെയ്യും എന്നുള്ളതാണ്. ഇത് ട്രാൻസിസ്റ്ററാണ്, അതിനെ നമുക്കൊരു സ്വിച്ചായിട്ട് തന്നെ റീപ്ലേസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കറിയാം
നിങ്ങളത് ട്രാൻസിസ്റ്ററെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ VCC കണക്ട് ചെയ്തു, ഇവിടെ ഒരു ഇൻപുട്ട് വോൾട്ടേജ് കണക്ട് ചെയ്തു, 2 റെസിസ്റ്റർ ഉണ്ട്, RCയും RB ആണെന്ന് വിചാരിക്കുക. അപ്പം എന്ത് ചെയ്യും, ഇതിൽ കൂടെ RB ഉള്ളത് കൊണ്ട് ഇതിൽ കൂടെ ഒരു കറണ്ട് പാസ് ചെയ്യും, ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യും. ആ കറണ്ടിന് IB എന്ന് പറയാം. ഈ IB കൊണ്ട് IC പാസ് ചെയ്യും, കാരണം IC = ബീറ്റ ടൈംസ് IB. അപ്പോൾ ICയും പാസ് ചെയ്യും. ബീറ്റ ഒരു ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ BC 547 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 100 ആണെങ്കിൽ ഇവിടെ 1 mA പാസ് ചെയ്യുന്നതെങ്കിൽ 100 mA ഇതിലൂടെ പാസ് ചെയ്യും. അതാണ് നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് ട്രാൻസിസ്റ്റർ സ്വിച്ചായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് 2 കണ്ടീഷനാണുള്ളത്. ഒന്ന് ഇതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്ന കണ്ടീഷനും, ഒന്ന് ഇതിൽ കൂടെ പാസ് ചെയ്യാത്ത കണ്ടീഷനും. ഇത് നോക്കൂ, ഈ കണ്ടീഷനിൽ ഇതിൽ കൂടെ പാസ് ചെയ്യുമോ കറണ്ട്? ഈ ട്രാൻസിസ്റ്ററിൻ്റെ കാര്യം നിങ്ങൾ വിട്, അതിനെ സ്വിച്ചാക്കി മാറ്റി. ഇതിലൂടെ പാസ് ചെയ്യുമോ? കാരണം സ്വിച്ച് ഓപ്പൺ ആണ് അല്ലേ, അല്ലെങ്കിൽ സ്വിച്ച് ഓഫാണ്. ആ കണ്ടീഷൻ എന്ത് സംഭവിക്കും? ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുമോ? ഇല്ല. ഈ കണ്ടീഷനെ ട്രാൻസിസ്റ്റർ ഓഫ് എന്ന് പറയും. എങ്ങനെ ഓഫാകുക? IC = 0 ആയിരിക്കണം. ഇതിൽ കൂടെ പോകുന്ന കറണ്ട് 0 ആയിരിക്കണം. ഇതിൽ കൂടെ IC ആണ് ഇതിലൂടെ പോകുന്നത്, ഇതിലൂടെ കറണ്ട് ഉണ്ടോ? ഇല്ല. IC 0 ആണെങ്കിൽ IB എന്തായിരിക്കും? 0 ആയിരിക്കണം. അതായത് നമ്മൾ ഇവിടെ 0 വോൾട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും? IB 0 ആയിരിക്കും. IB 0 ആണെങ്കിൽ IC 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ട്രാൻസിസ്റ്റർ കൂടെ കറണ്ട് പാസ് ചെയ്യില്ല. ആ കണ്ടീഷനെ ട്രാൻസിസ്റ്റർ ഓഫ് കണ്ടീഷൻ, ട്രാൻസിസ്റ്റർ ഓഫ് ആണ് എന്ന് പറയും. ഓക്കെ. ഇനി ഇതിൽ കൂടെ എന്തെങ്കിലും ഒരു വോൾട്ടേജ് കൊടുത്തു, ഒരു 2 വോൾട്ടോ 3 വോൾട്ടോ കൊടുത്തു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യും. ട്രാൻസിസ്റ്റർ ഇസ് എ കറണ്ട് കൺട്രോൾഡ് കറണ്ട് ഡിവൈസ്. IB എന്നുള്ള പറഞ്ഞൊരു കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യും. IB എന്ന് പറഞ്ഞ കറണ്ട് ഇതിലൂടെ പാസ് ചെയ്താൽ IB ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ 1 mA ആണെങ്കിൽ IC എന്തായിരിക്കും? ട്രാൻസിസ്റ്റർ ബീറ്റ 100 ആണെങ്കിൽ 100 mA ആയിരിക്കും. അപ്പോൾ 100 mA ഇതിലൂടെ പാസ് ചെയ്യും. അപ്പോൾ ഈ സ്വിച്ച് ഇങ്ങനെ ആയിരിക്കുമോ? അല്ല, ഇതിങ്ങനെ ക്ലോസ് ആയി ഇതിലൂടെ 100 mA പാസ് ചെയ്യും. അപ്പോൾ എന്താവും? ട്രാൻസിസ്റ്റർ ഓഫ് എന്നുള്ള കണ്ടീഷനിൽ ഓൺ എന്നുള്ള കണ്ടീഷനായി. എപ്പം? ഇൻപുട്ടിലൊരു വോൾട്ടേജ് വരണം അല്ലേ, വോൾട്ടേജ് വരും, IB വരും. IB ഉണ്ടെങ്കിൽ IC ഉണ്ടാവും, IC ഉണ്ടെങ്കിൽ ട്രാൻസിസ്റ്റർ ഓൺ. IB 0 ആണ്, IC 0 ആണെങ്കിൽ ട്രാൻസിസ്റ്റർ ഓഫ്. ഈ 2 കണ്ടീഷൻ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ 4ാമത്തെ പോയിന്റ് കഴിഞ്ഞു. അടുത്ത പോയിന്റ് റിലേ. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവുമോ? സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് ക്ലിയർ ആവും. റിലേയുടെ വർക്കിംഗ് വളരെ സിമ്പിളാണ്. റിലേ, ഇവിടെ ഒരു കോയിലുണ്ട്, കോയിൽ 1 ആൻഡ് കോയിൽ 2. കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അത് മനസ്സിലാവും. നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെ ഒരു കോയിലുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു കോയിൽ കൂടെ ഒരു കറണ്ട് പാസ് ചെയ്താൽ ഈ കോയിൽ മാഗ്നറ്റൈസ് ചെയ്യും. ഇത് ഒരു സ്വിച്ചാണ്. ഈ ഒരു സെക്ഷൻ നിങ്ങൾ നോക്കുക, ഇതിനകത്ത് ഈ ഒരു കണക്ഷൻ ഇല്ലേ, സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു കണക്ഷൻ ഒരു മാഗ്നറ്റാണ്. ആ മാഗ്നറ്റ് എന്ത് ചെയ്യുന്നു? ഇതിനെ ഈ ഒരു പിന്നിനെ എപ്പോഴും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു, ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? എപ്പോഴും ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു പോയിന്റിനെ നോർമലി ഓൺ എന്ന് പറയും. എപ്പോഴും ഓണാണ്. ഇതും തമ്മിൽ എപ്പോഴും കണക്ഷൻ ഉണ്ട്, എപ്പോഴും ഓണാണ്. നോർമലി ഓൺ കണ്ടീഷൻ എന്ന് പറയാം. അതായത് നമ്മൾ ഇതിൽ കറണ്ടൊന്നും പാസ് ചെയ്യുന്നില്ല. പാസ് ചെയ്ത സമയത്ത് ഇതൊരു മാഗ്നറ്റ് അല്ല, പക്ഷേ ഇതൊരു മാഗ്നറ്റാണ്. അപ്പോൾ ഇതും തമ്മിൽ എപ്പോഴും കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് പറയാം? ഈ ഒരു സെക്ഷനെ നോർമലി ഓൺ എന്ന് പറയാം, എപ്പോഴും ഓണായി നിൽക്കുന്നു. ഇനി പെട്ടെന്ന് ഇതിലൂടെ കറണ്ട് പാസ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ കോയിൽ മാഗ്നറ്റൈസ് ചെയ്യും. ഈ കോയിൽ മാഗ്നറ്റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മാഗ്നറ്റിനെ ഈ കോയിൽ പിടിച്ച് വലിക്കും. അപ്പോൾ ഇതെന്താവും? ഇതും തമ്മിൽ കണക്ഷൻ ആവും. അപ്പം ഇവിടെയുള്ള ഈ കണക്ഷൻ വിട്ട് താഴോട്ട് കണക്റ്റഡ് ആവും. അന്നേരം ഒരു സൗണ്ടും കേൾക്കും, റിലേ സ്വിച്ച് ചെയ്യുന്ന സൗണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാം. നിങ്ങൾക്ക് റിലേ സ്വിച്ച് ചെയ്യുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, നോർമലായിട്ടിരിക്കുന്ന സമയത്ത് ഇതും തമ്മിലാണ് കണക്ഷൻ ഉണ്ടാവുക. എപ്പോഴാണോ ഇതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നത് അപ്പം എന്ത് സംഭവിക്കും? ഇത് മാഗ്നറ്റ് ആവും. മാഗ്നറ്റ് ആകുമ്പം ഇതിനെ പിടിച്ചിട്ട് താഴോട്ട് വലിക്കും. അപ്പോൾ ഇതും തമ്മിൽ ക്ലോസ് ആവും. അതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു 30 mA കറണ്ടൊക്കെ ഇതിലൂടെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മാഗ്നറ്റ് ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് ഇതിനെ താഴോട്ട് വലിക്കും. ഓക്കെ. അടുത്തത് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് 555 വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്തുകൊണ്ട് ചെയ്യുന്നു
എന്തിന് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമുക്ക് എക്സ്പോഷർ ടൈം നിങ്ങൾക്കറിയാം 0.2 സെക്കൻഡ് കറക്റ്റ് ഉണ്ടാക്കണം. അപ്പം എക്സ്പോഷർ ടൈം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ കണക്ഷൻ 555 ഉപയോഗിച്ചാണ്, നിങ്ങളത് പഠിച്ചിട്ടുണ്ട്. 4 വെട്ടും ഹൈ കൊടുക്കുക, ഈ 6 7 കൂടെ ഷോർട്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്, ഒപ്പം തന്നെ കപ്പാസിറ്ററും കൊടുത്തിട്ടുണ്ട്. ഈ റെസിസ്റ്റൻസിനും ഈ കപ്പാസിറ്ററിൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് നമുക്ക് ഈ ഔട്ട്പുട്ടിലെ ഈ വേവിനെ മാറ്റാൻ പറ്റും. ഒരു രണ്ടാമത്തെ പിന്നിൽ ഒരു ട്രിഗറും കൂടെ കൊടുത്താൽ അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഔട്ട്പുട്ടിൽ എക്സാക്റ്റ് ആയിട്ട് ഒരു സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ സർക്യൂട്ട് വളരെ സിമ്പിളാണ്. നോക്കാം ഓരോന്നായിട്ട്. ഇതാണ് ബ്ലോക്ക് ഡയഗ്രാം. എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ആദ്യം നമ്മളൊരു സൈൻ വേവ്, അതിനെ നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ട് മാറ്റുന്നു. ഇത് ശരിക്കും ഈ ഒരു സൈൻ വേവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ വോൾട്ടേജ് ആണ്, KV റേഞ്ചിലാണ്. പക്ഷേ നമ്മൾ എക്സ്പെരിമെൻ്റായിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് KV റേഞ്ചിലും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തൽക്കാലം നമ്മൾ 230 വോൾട്ട് എടുത്തു. എന്നിട്ട് അതിനെ ഒരു 909 ഉള്ള ട്രാൻസ്ഫോമറാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 12 വോൾട്ട് വരെ കിട്ടും. എന്നിട്ട് അങ്ങനെ അത് ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ ചെയ്തു. അതിനെ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിൽറ്റേർഡ് വേവ് ഫോം അങ്ങനെ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇതൊരു സ്വിച്ചാണ്. ഈ സ്വിച്ച് ഞെക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് എന്ത് വേണം? ഈ സ്വിച്ച് ഏത് സ്വിച്ചാ? ഇവിടെ ഹൈ വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ്. അതായത് നമുക്ക് എക്സ്റേ എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്തുള്ളത് അല്ല. ഓക്കെ, ഇത് ഈ സ്വിച്ചാണ്. ഈ സെക്ഷനിലോട്ട് ഇത് ഓൺ ചെയ്യുന്ന സ്വിച്ചാണ്. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കൂ. ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം? പെട്ടെന്ന് എക്സ്റേ കൊടുക്കണോ? ആവശ്യമില്ല. എന്താ? ആദ്യം വാമപ്പ് ടൈം വരെ അത് വെയിറ്റ് ചെയ്യണം. വാമപ്പ് ടൈമിംഗ് യൂണിറ്റ് RC ടൈമർ വാമപ്പ് ടൈം ഉണ്ടാകുന്നവരെ വെയിറ്റ് ചെയ്യണം. വാമപ്പ് ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പോഷറിലേക്ക് അല്ലെങ്കിൽ എക്സ്പോഷർ യൂണിറ്റ്, അത് ഒരു മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ്, അതിലോട്ട് 12 വോൾട്ടിനെ സ്വിച്ച് ചെയ്യിക്കണം. ഈ സ്വിച്ച് ചെയ്യിക്കുന്നത് റിലേ വഴിയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഒരു 12 വോൾട്ട് ഉണ്ടാവും. 200 മില്ലി സെക്കൻഡ് മീൻസ് 0.2 സെക്കൻഡ് ഡ്യൂറേഷനിൽ ഈ ടൈമിങ്ങും ഉണ്ടാവും. ഈ ടൈം പീരീഡ് നമുക്ക് കിട്ടും. ചെയ്യാൻ പോകുന്നത് 230 വോൾട്ട് എടുക്കുന്നു, റെക്ടിഫൈ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് റെക്ടിഫൈഡ് വോൾട്ടേജ് കിട്ടുന്നു. RC ടൈമർ ഉപയോഗിച്ചിട്ട് നമ്മളത് എന്ത് ചെയ്യുന്നു? ഈ വാമപ്പ് ടൈം ജനറേറ്റ് ചെയ്യുന്നു. വാമപ്പ് ടൈം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1.2 സെക്കൻഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ 12 വോൾട്ടിനെ സ്വിച്ച് ചെയ്യിക്കുന്നു. സ്വിച്ച് ചെയ്യുന്ന സമയത്ത് എക്സ്പോഷർ മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ എക്സ്പോഷർ യൂണിറ്റ് ഓൺ ആവുന്നു. അതൊരു 0.2 സെക്കൻഡിന് തരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നോക്കാനുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സെൻട്രൽ ടാപ്ഡ് റെക്ടിഫയർ വിത്ത് ഫിൽറ്ററും കൂടെ ഉണ്ട്. നമ്മൾ 230 വോൾട്ട് 909 ട്രാൻസ്ഫോമറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 500 മില്ലി ആംപിയർ റേറ്റിംഗ് ഉള്ളത് കറണ്ട്. 500 മില്ലി ആംപിയർ മീൻസ് അതിനെ 500 മില്ലി ആംപിയർ ഔട്ട്പുട്ട് കറണ്ടിനെ അതിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും എന്നാണ് അതിൻ്റെ മീനിങ്. കൂടുതൽ പ്രൊവൈഡ് ചെയ്ത് എന്ത് സംഭവിക്കും? ഇതിൻ്റെ വൈൻഡിങ്ങിന് കത്തിപ്പോവും. അപ്പം 500 മില്ലി ആംപിയർ നമ്മൾ സെലക്ട് ചെയ്തത് നമ്മുടെ എല്ലാ ആവശ്യത്തിനും, അതായത് ഇവിടെയുള്ള LED ഒക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. LED ഒക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ 500 മില്ലി ആംപിയർ വരെ യൂസ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഈ ട്രാൻസ്ഫോമർ നമ്മൾ 500 മില്ലി ആംപിയറിൻ്റെ സെലക്ട് ചെയ്യാനുള്ള കാരണം. 909 ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഒരു എക്സ്പെരിമെൻ്റ് പർപ്പസിന് വേണ്ടിയിട്ട് 12 വോൾട്ടാണ് വേണ്ടത്. അപ്പം 909ൻ്റെ ഒരു ട്രാൻസ്ഫോമറാണ് നമ്മൾ സെലക്ട് ചെയ്തത്. കാരണം 9√2 മോർ ദാൻ 12 വോൾട്ട് ഉണ്ട്. അതുകൊണ്ട് അത് നമ്മൾ സെലക്ട് ചെയ്തു. 2 സെൻട്രൽ ടാപ്ഡ് റെക്ടിഫയറാണ്, 2 ഡയോഡ് യൂസ് ചെയ്ത് നിങ്ങളിത് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് കിട്ടും? ഇങ്ങനെ ഒരു വേവ് ഫോം കിട്ടും, റെക്ടിഫൈഡ് ഔട്ട്പുട്ട് കിട്ടും. അതിന് നമ്മൾ ഫിൽറ്റർ ചെയ്യുന്നു. ഫിൽറ്റർ ചെയ്യുന്നത് 1000 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ടാണ്. അപ്പം വളരെ സ്മൂത്തായിട്ട്, ഇങ്ങനെയല്ല, ഇതൊരു പെർഫെക്റ്റ് DC തന്നെ ആവും. അതിലെന്തെങ്കിലും ഹൈ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ അതിനെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 0.1 മൈക്രോഫാരഡ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. ഇത് 0.01 ആണെങ്കിൽ കൂടുതൽ ഹൈ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ അതിനെ ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ഇവിടെ വളരെ സ്മൂത്ത് ആകും. അപ്പം വളരെ സ്മൂത്ത് ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ കിട്ടും. 12 വോൾട്ടിനെ ഇത് ജനറേറ്റ് ചെയ്യും, കിട്ടും. നോക്കാം. അടുത്തത് RC ടൈമർ. ഈ ഒരു സെക്ഷനാണ് നമ്മൾ പറയുന്നത് വാമപ്പ് ടൈം. RC ടൈമർ എന്തിനായിരുന്നു? നമുക്ക് വാമപ്പ് ടൈമിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അത്രയും ഡിലേ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ RC ടൈമർ
യൂസ് ചെയ്യുന്നത്. എന്ത് സംഭവിക്കും നോക്കിക്കോളൂ. ഇതൊരു റെസിസ്റ്റർ, ഇതൊരു കപ്പാസിറ്റർ. നമ്മൾ വി ഇൻപുട്ട് കൊടുക്കുന്നു, വി ഇൻ കൊടുക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ റെസിസ്റ്റർ ഉണ്ട്, അപ്പോൾ വി ഇൻ കൊടുത്താൽ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യും, ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യിക്കും. അപ്പം ആദ്യം കപ്പാസിറ്റർ 0 വോൾട്ട്, പെട്ടെന്ന് ഇത് കൊടുക്കുന്ന സമയത്ത് ഫോർ എ സഡൻ ചേഞ്ച് കപ്പാസിറ്റർ വിൽ ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട്, അപ്പോൾ 0 വോൾട്ട്. പിന്നെ കപ്പാസിറ്റർ പതുക്കെ ചാർജ് ചെയ്യാൻ തുടങ്ങുന്നു. കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് എക്സ്പൊണൻഷ്യലാണ്. അത് 0.1 വോൾട്ട്, 0.2 വോൾട്ട്, 0.3 വോൾട്ട്, അങ്ങനെ ഏകദേശം 0.5 വിൻ്റെ ഏകദേശം പകുതി വരെ ആവും. പിന്നെ ഒരു 10 വോൾട്ട് ആണെങ്കിൽ അങ്ങനെ പതുക്കെ 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 അത് ചാർജായി 10 വോൾട്ട് വരെ ചാർജ് ആവും. ഓക്കെ, ഡൗട്ടില്ലെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് ഈ ഒരു കണ്ടീഷൻ, ഇത് എക്സ്പൊണൻഷ്യലായിട്ടാണ് ചാർജ് ആവുക. ചാർജ് ആവുന്നത് ആ ചാർജിങ് റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള റെസിസ്റ്ററുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെസിസ്റ്റർ കൂടുന്നതനുസരിച്ചിട്ട് ഇത് പതുക്കെ ചാർജ് ആവുള്ളൂ. റെസിസ്റ്റർ കുറവാണെങ്കിൽ അത് പെട്ടെന്ന് ചാർജ് ആകും. ഈ ഒരു കണ്ടീഷൻ നമുക്ക് എടുക്കുകയാണെങ്കിൽ, ഈ റെസിസ്റ്റർ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വാം ടൈമിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. വാം ടൈം എപ്പം വേണമെന്ന് ഈ റെസിസ്റ്റർ ഉപയോഗിച്ചിട്ടും ഈ കപ്പാസിറ്റർ ഉപയോഗിച്ചും നമുക്ക് തീരുമാനിക്കാം. അതാണ് പറഞ്ഞു വരുന്നത്. അപ്പം എന്ത് സംഭവിക്കും? ഇത് ഈ ഒരു ഇക്വേഷൻ പ്രകാരമാണ് ഇത് ചാർജ് ആവുന്നത്. വി സി എന്ന് വെച്ചാൽ കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ്. വി സി ഇസ് ഈക്വൽ ടു വി ഇൻ ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി. ആറ് ഇത്, സി ഈ കപ്പാസിറ്റർ, ആറ് ഈ റെസിസ്റ്റൻസ് വാല്യൂ. ടി എന്ന് പറയുന്നത് ടൈം. ഓക്കെ, നമുക്ക് ഈ ടി ഫോർ എക്സാമ്പിൾ നമുക്ക് ഇത് ഒരു നമ്മൾ എത്രയെന്ന് പറഞ്ഞത് ഈ വാമം ടൈം 1.2 സെക്കൻഡ് അല്ലേ. അപ്പോൾ നമുക്ക് ഇത് 1.2 സെക്കൻഡൊക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ ആറിനെ സീനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ആറിനെ സീനെ ഡിസൈൻ ചെയ്തിട്ട് ആ വാല്യൂ ഇവിടെ ഇട്ടാൽ നമുക്ക് നമ്മൾ ഡിസൈൻ ചെയ്ത വോൾട്ടേജ് വി സിക്ക് ഒരു വോൾട്ടേജ് ഒരു 5 വോൾട്ടിലാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ ആ 5 വോൾട്ട് ആവാൻ 1.2 സെക്കൻഡ് എടുക്കും എന്നാണ്. നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ആസ് എ ടൈമർ ഡിസൈൻ ഹിയർ വി സി സിക്കൽ ടു കപ്പാസിറ്റർ വോൾട്ടേജ് നമ്മൾ 5.1 വോൾട്ടായിട്ട് സെലക്ട് ചെയ്തു. എന്തിനത് നമ്മൾ 5.1 വോൾട്ടായിട്ട് എന്തുകൊണ്ട് സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ, നമ്മൾ ഒരു സെനർ ഡയോഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ കപ്പാസിറ്റർ 12 വോൾട്ട് നമ്മൾ ഇവിടെ കൊടുക്കും. അങ്ങനെ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. കപ്പാസിറ്റർ 0 എന്ന് എന്ത് ചെയ്യും? 0.1, 0.2, 0.3 അങ്ങനെ ചാർജ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇത് 5.1 വോൾട്ട് എത്തിയാൽ, അതായത് നമ്മളൊരു സെനർ റെഗുലേറ്റർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സെനർ റെഗുലേറ്ററിൻ്റെയും വാല്യൂ സെനർ വോൾട്ടേജ് 5.1 വോൾട്ടാണ്. എപ്പോഴാണോ ഈ കപ്പാസിറ്റർ വോൾട്ടേജ് ആ സെനർ വോൾട്ടിനേക്കാളും കൂടുന്നത്, അതായത് 5.1നേക്കാളും കൂടുന്നത്, ആ സമയം, അതായത് നമ്മൾ ഓൺ ചെയ്ത മുതൽ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് 5.1 വോൾട്ട് ആകുന്നവരെയുള്ള സമയം 1.2 സെക്കൻഡായിട്ട് സെറ്റ് ചെയ്യണം. അങ്ങനെ കപ്പാസിറ്റർ വോൾട്ടേജ് 5.1നേക്കാട്ട് കൂടുന്ന സമയത്ത് ഒരു കമ്പാരറ്റർ വെച്ചിട്ട് അതിനെ കമ്പയർ ചെയ്യും. അത് 5.1 കൂടി. എപ്പോഴാണ് 5.1 കൂടുക? 1.2 സെക്കൻഡ് കഴിഞ്ഞാൽ മാത്രമേ കൂടുള്ളൂ. അങ്ങനെ അത് എക്സ്പോഷർ ടൈം യൂണിറ്റിലേക്ക് സ്വിച്ച് ചെയ്യുകയും ചെയ്യും. അതായത് വാമപ്പ് കഴിഞ്ഞു, വാമപ്പിന് അത്ര ഡിലേ കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ. അതിനാണ് നമ്മൾ ഇത് പറഞ്ഞിരിക്കുന്നത്. കപ്പാസിറ്റർ വോൾട്ടേജ് 5.1 വോൾട്ട് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞ് അങ്ങോട്ട് മനസ്സിലാകും. അപ്പം വി സി ഇസിക്കൽ ടു കപ്പാസിറ്റർ വോൾട്ടേജ് ഇസിക്കൽ 5.1, വി ഇൻ ഇസിക്കൽ ടു ഇൻപുട്ടാണ് 12 വോൾട്ട്, ഇ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2.71 ആണ്. നിങ്ങൾ ഇതൊക്കെ ഇതിനകത്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും ഇക്വേഷൻ. 5.1 വോൾട്ട് ഈക്വൽ ടു 12 ഇൻറ്റു 1 മൈനസ് 2.71 റേസ് ടു മൈനസ് ടി ബൈ ആർ സി. ടി എന്താ? 1.2 സെക്കൻഡ്. 1.2 ഡിവൈഡഡ് ബൈ ആർ സി. ഇത് നിങ്ങൾ ചെയ്ത് നോക്കൂ. അപ്പം ഒന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. സി നമുക്ക് 10 മൈക്രോ ഫാരഡായിട്ട് അസ്യൂം ചെയ്താൽ ആറ് നിങ്ങൾക്ക് 272 K കിട്ടും. ഇത് സിമ്പിൾ മാത്സ് ആണ്. ഇതിനിങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ 5.1 ഡിവൈഡ് ബൈ 12 ഈസ് ഈക്വൽ ടു ഇങ്ങനെ വരും. അങ്ങനെ അവസാനം ഇതിൻ്റെ ലോഗ് എടുത്തിട്ട് നിങ്ങളത് ചെയ്യുക. അപ്പം ഇത് സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 5.1 സെലക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് സെനർ ഡയോഡ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം നമ്മളെ ചെയ്യുന്നത്, നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെനർ വോൾട്ടേജ് എത്തുന്നത് 1.2 സെക്കൻഡ് കഴിഞ്ഞിട്ടാവണം. അപ്പോൾ ടി എന്ത് ചെയ്യണം? 1.2 സെക്കൻഡ് കൊടുക്കണം. ഇയുടെ വാല്യൂ നമുക്ക് അറിയാം.
സി നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെ നമ്മൾ ആർ കണ്ടുപിടിക്കുന്നു. ആർ 272K കൊടുക്കും. അപ്പം ഇതിൻ്റെ വേറൊരു കാര്യം ഇവിടെ മനസ്സിലാക്കാനുള്ളത് എന്താ വെച്ചാൽ 272K നമ്മൾ കറക്റ്റായിട്ട് കൊടുത്താൽ കറക്റ്റ് നമുക്ക് 1.2 സെക്കൻഡ് ഇവിടെ കിട്ടും. പക്ഷേങ്കിൽ ഒരു റെസിസ്റ്ററും എക്സാക്റ്റ് വാല്യൂവിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെയുള്ള ഈ വാല്യൂ കുറയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, കൂടാനോ കുറയാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മുടെ ടൈമിങ്ങിനെ ബാധിക്കും. അപ്പോൾ നിങ്ങൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ 272K എന്നുള്ളത് ചിലപ്പോൾ 250K ഒക്കെ ഇട്ടാലായിരിക്കും ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. പ്രാക്ടീസ് ആയിട്ട് നമുക്ക് കാണാം. സെനർ ഡയോഡ് ഡിസൈൻ. അടുത്തത് സെനർ ഡയോഡാണ്. സെനർ ഡയോഡ് റെഗുലേറ്റർ ആയിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. സെനർ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് ഇത്. ഫോർവേഡ് ബയാസ് റീജിയനും ഇത് റിവേഴ്സ് ബയാസ് റീജിയനുമാണ്. സെനർ ഡയോഡ് ഓൾവേസ് കണക്റ്റഡ് ഇൻ റിവേഴ്സ് ബയാസ്, മറക്കരുത്. ഇവിടെ നമ്മൾ സപ്ലൈ വോൾട്ടേജ് കൊടുത്തു. ഇത് RS ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു കറണ്ട് IS കറണ്ട് ഇതിൽ കൂടെ പാസ് ചെയ്യും. ഇത് VZ ഉണ്ട്. ഈ VZ നമ്മൾ കടയിൽ പോയി വാങ്ങുകയാണെങ്കിൽ VZ സെനർ വോൾട്ടേജ് ആണ്. ഈ സെനർ വോൾട്ടേജ് പറഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങുക. 5.1ൻ്റെ സെനർ ഡയോഡ് വേണം, 3.3യുടെ സെനർ ഡയോഡ് വേണം എന്ന് നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് വാങ്ങുക. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്താൽ ഇപ്പോൾ എന്ത് സംഭവിക്കും? ഇതാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്. അപ്പോൾ സെനർ റിവേഴ്സ് ബയാസ് കണക്ട് ചെയ്യുന്ന റിവേഴ്സ് ബയാസ് റീജിയനാണിത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ കറണ്ട് ഇത് കറണ്ടാണ്, റിവേഴ്സ് കറണ്ടാണ്. കറണ്ട് ഏകദേശം ഇവിടെ ആകുന്ന സമയത്ത് ഇതിൻ്റെ സെനർ വോൾട്ടേജ് ഏകദേശം ഇവിടെയൊക്കെ വരിക. നമ്മളിപ്പോൾ 5.1ൻ്റെ സെനറാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ഏകദേശം കറണ്ട് ഇത്രയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 2.5 ഒക്കെ ആയിരിക്കും വോൾട്ടേജ് ഉണ്ടാവുക. അതൊരു 5 മില്ലി ആമ്പർ ഒക്കെ ആകുന്ന സമയത്ത് ഏകദേശം ഈ റീജിയനിലാകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമുക്ക് VZ കിട്ടും, അതായത് 5.1 വോൾട്ട് കിട്ടും. ഇവിടെയൊക്കെ ആണെങ്കിലോ അതേ വോൾട്ടേജ് കിട്ടും. ഇവിടെ ആണെങ്കിലോ അതേ വോൾട്ടേജ് തന്നെ കിട്ടും. കറണ്ട് ഇത്രയാണെങ്കിലോ, ഇതാണ് കറണ്ട്, അതേ വോൾട്ടേജ് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് കറണ്ടിനെ, ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനെ ഈ ഒരു റീജിയനിൽ ഫിക്സ് ചെയ്യണം. ഏകദേശം ഒരു 5 മില്ലി ആമ്പിയർ മുതൽ 20 മില്ലി ആമ്പിയർ വരെ അതിനിടയ്ക്കുള്ള ഒരു റീജിയനിൽ ഫിക്സ് ചെയ്യണം. നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലുള്ള ഏകദേശം ഒരു 10 മില്ലി ആമ്പിയർ എടുത്തു. ഓക്കെ, ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് 10 മില്ലി ആമ്പിയർ എടുത്തു. അങ്ങനെ എന്ത് സംഭവിക്കും? ഇത് കറക്റ്റായിട്ട് ഇവിടെ ഫിക്സ് ആവും. ഇവിടെ ഫിക്സ് ആയാൽ നമുക്ക് കറക്റ്റായിട്ട് ഈ VZ കിട്ടും. നമ്മൾ ഉദ്ദേശിച്ച വോൾട്ടേജ് എത്രയാണോ അത് കിട്ടും. നമ്മൾ ഉദ്ദേശിച്ച വോൾട്ടേജ് എത്രയാണ്? 5.1. ഓക്കെ, അത് കിട്ടണം. അത് പ്രകാരമാണ് നമ്മൾ ഡിസൈൻ മുഴുവൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് IS = 10 മില്ലി ആമ്പിയർ ആയിട്ട് സെലക്ട് ചെയ്തു. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. VS ഇൻപുട്ട് വോൾട്ടേജ് ഇതിൽ കൂടെ പോകുന്ന കറണ്ട് IS ആണ്. IS × RS പ്ലസ് VZ ഇതിൻ്റെ അക്രോസുള്ള വോൾട്ടേജ്. RS = എന്ത് ചെയ്യും? ഈ VZ ഇങ്ങോട്ട് വരുന്ന സമയത്ത് VS - VZ ഡിവൈഡഡ് ബൈ IS 10 മില്ലി ആമ്പിയർ ആയിട്ട് സെലക്ട് ചെയ്തു. 10 മില്ലി ആമ്പിയർ. VSനെ നമുക്ക് 12 വോൾട്ട് ആയിട്ട് കൊടുക്കാം, VZനെ 5.1 വോൾട്ട് ആയിട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ RS കിട്ടി. എത്ര? 690E, അപ്രോക്സിമേറ്റ്ലി 690 ഓം കിട്ടി. ആ 690 ഓം നമുക്ക് ഇട്ട് കൊടുത്താൽ കറക്റ്റ് ഇതിന് അക്രോസ് നമുക്ക് 5.1 വോൾട്ടിനെ കിട്ടും. കമ്പാരറ്റർ ഇത് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാകും. ആദ്യം നമ്മൾ റെക്ടിഫയർ ചെയ്തു, അതിനെ ഫിൽട്ടർ ചെയ്തു. ഈ സെഷൻ നിങ്ങൾ കണ്ടു. അതിനുശേഷം സ്വിച്ച് ചെയ്യാൻ പോകുന്നു. ഈ സ്വിച്ച് ഏത് സ്വിച്ചാ? ഇത് ഓണാക്കാൻ പോകുന്നു. ഇതൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഓണാക്കാൻ പോകുന്നു. അങ്ങനെ ഓണാക്കി കഴിഞ്ഞാൽ എന്ത് വേണം? ഇത് ഓണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റെസിസ്റ്റർ ഉണ്ട്, ഈ കപ്പാസിറ്റർ ഉണ്ട്. ഈ റെസിസ്റ്ററും ഈ കപ്പാസിറ്ററും നമ്മൾ ഒരു 1.2 സെക്കൻഡിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞു. എങ്ങനെയാ? VC = 5.1 വോൾട്ട്. ഇത് ഇത്രയാണ്. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് R നമുക്ക് എത്ര കിട്ടി? 272K എന്ന് കിട്ടി. അങ്ങനെ 270K നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തു. ഇവിടെ 10 മൈക്രോഫാരഡ് കപ്പാസിറ്റർ സെലക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇത് ഓൺ ചെയ്യുമ്പോൾ ഇത് പതുക്കെ ചാർജ് ചെയ്യാൻ തുടങ്ങും. എത്ര? ആദ്യം 0.1 വോൾട്ട്, 0.2 വോൾട്ട്, 3 വോൾട്ട്, 0.4 വോൾട്ട്, 5 വോൾട്ട്, 6 വോൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചാർജ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, നമ്മളിവിടെ കമ്പാരറ്ററിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഈ റെഗുലേറ്ററും പറഞ്ഞു. റെഗുലേറ്ററിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? റെഗുലേറ്റർ ഇങ്ങനെയാണ് കണക്ട് ചെയ്യാമെന്നും. ഇവിടെ നമുക്ക് എത്ര കിട്ടി? 690E എന്ന് കിട്ടി. ഏകദേശം 680E നമ്മളിവിടെ സെലക്ട് ചെയ്തു.
ആ 680E നമ്മളിവിടെ സെലക്ട് ചെയ്തു. ഓക്കെ, ആ 680E ഇവിടെ കൊടുത്താൽ ഇവിടെ 5.1 വോൾട്ട് കിട്ടും. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് 5.1 വോൾട്ട് ആവാൻ 1.2 സെക്കൻഡ് എടുക്കണം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ സ്വിച്ച്. ഈ പോയിന്റിനെ എ എന്ന് പറയാം. ആ പോയിന്റാണ് ഇവിടെ പോയിന്റ് എ. ഇതിൻ്റെ ഔട്ട്പുട്ട് പോയിന്റ് ബി ആണ്. ആ പോയിന്റാണ് ഇവിടെ. ഓക്കെ, സ്വിച്ച് ഓൺ ചെയ്തു. ഇവിടെ ഇത് സ്വിച്ച് ഓഫ് ആണ് കണ്ടീഷൻ. പെട്ടെന്ന് സ്വിച്ച് ഓൺ ചെയ്തു. ഇവിടുന്ന് 12 വോൾട്ട് ഓൺ ചെയ്തു അല്ലേ. ഇവിടെ 12 വോൾട്ട് ഉണ്ടാവും. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് 12 വോൾട്ട് ആവും. എ എന്ന് പറഞ്ഞ പോയിന്റ് 12 വോൾട്ടായി. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് പതുക്കെ ചാർജ് ആവാൻ തുടങ്ങും. ആദ്യം 0.1 വോൾട്ട്, 0.2 വോൾട്ട്, 0.3 വോൾട്ട്, അങ്ങനെ ചാർജായി 5.1 വോൾട്ട് ആവാൻ തുടങ്ങും അല്ലേ. അപ്പം ഇതെന്ത് സംഭവിക്കും? ഇത് കമ്പാരറ്ററാണ്. കമ്പാരറ്റർ കമ്പയർ ചെയ്യും. അങ്ങനെയാണല്ലോ. ഇവിടെ ഓൾറെഡി 5.1 ഉണ്ട് സെന ഡയോഡ് ഉള്ളതുകൊണ്ട്. അപ്പം രണ്ടാമത്തെ പിൻ എന്തായി? 5.1 വോൾട്ട്. മൂന്നാമത്തെ പിൻ കണക്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ 5.1 വോൾട്ട്. ഇത് ഓൺ ചെയ്ത ഉടനെ ഇവിടെ 0. അപ്പോൾ ഇവിടെ 0, ഇവിടെ 5.1 വോൾട്ട്. ഔട്ട്പുട്ട് എന്തായിരിക്കും? എവിടെയാണ് കൂടുതൽ? ഇത് 0, ഇത് 5.1. ഇതാണല്ലോ 5.1. ഇവിടെയാണ് കൂടുതൽ. അപ്പോൾ എന്ത് സംഭവിക്കും? നെഗറ്റീവിൽ കണക്ട് ചെയ്തിട്ടുള്ള -VCC കണക്ട് ചെയ്തിട്ടുള്ളത് എന്തോ അതിനെ ഔട്ട്പുട്ടിലേക്ക് തരും. -VCCയിലോട്ട് എന്താ കണക്ട് ചെയ്തിരിക്കുന്നത്? അവിടെ ഗ്രൗണ്ടാണ്. അപ്പോൾ ഗ്രൗണ്ട് ഔട്ട്പുട്ടിൽ കിട്ടും. അത് വേറെ IC ആണെങ്കിൽ. പക്ഷെങ്കിൽ ഈ 741ൻ്റെ കേസിൽ കുറച്ച് ഓഫ്സെറ്റ് തരും. ആ ഓഫ്സെറ്റാണ് 1.7 വോൾട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1.7 വോൾട്ടിൽ നമുക്ക് ഇങ്ങനെ ഒരു ഓഫ്സെറ്റായിട്ട് ഇത് നിൽക്കുന്നത് കാണാം. 1.7 വോൾട്ടിൽ. ഇനി വീണ്ടും ഇത് ചാർജ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചാർജ് ചെയ്ത് അത് 0.1, 0.2 വോൾട്ടായി. 0.2 വോൾട്ട് ആകുമ്പോൾ ഇവിടെ 0.2 വോൾട്ട്, ഇവിടെ എത്ര വോൾട്ടാണ്? 5.1. എവിടെയാണ് കൂടുതൽ? താഴെ. അപ്പോൾ എന്ത് ചെയ്യും? ഗ്രൗണ്ട് തന്നെ ഔട്ട്പുട്ട് തരാൻ നോക്കും. ഗ്രൗണ്ട് തന്നെ ഇതിന് തരാൻ പറ്റില്ല. അപ്പോൾ 1.7 വോൾട്ട് കിട്ടി. ഇതേ സമയത്ത് നമുക്ക് LM399 ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് കിട്ടും. വീണ്ടും അത് ചാർജ് ചെയ്ത് അത് 1 വോൾട്ടായി. 1 വോൾട്ട് ആകുന്ന സമയത്ത് എവിടെയാണ് കൂടുതൽ? ഇവിടെ 1 വോൾട്ട്, ഇവിടെ 5.1 വോൾട്ട്, താഴെയാണ് കൂടുതൽ. ഇത് തന്നെ ആവർത്തിക്കും. അങ്ങനെ ചാർജ് ചെയ്ത് 5 വോൾട്ടായി. അപ്പോൾ ഇവിടെ 5 വോൾട്ട്, ഇവിടെ 5.1 വോൾട്ട്. എവിടെയാണ് കൂടുതൽ? ഇവിടെ തന്നെയാണ് കൂടുതൽ. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് തന്നെ ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെ ഏകദേശം ഒരു 1.2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ, വാമപ്പ് ടൈം കഴിഞ്ഞ സമയത്ത് ഇതൊരു 5.1നെ ജസ്റ്റ് ക്രോസ് ചെയ്തു ഈ ഒരു കപ്പാസിറ്റർ. അപ്പോൾ ഇവിടെ 5.1നെ ക്രോസ് ചെയ്തു. ഇവിടെ 5.1. ഇപ്പോൾ എവിടെയാണ് കൂടുതൽ? നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ 3ൽ. അപ്പോൾ എന്ത് ചെയ്യും? ഇത് ഈ VCCനെ ഔട്ട്പുട്ടിലോട്ട് ഡ്രൈവ് ചെയ്യും. VCC ഏതാ? ഈ 12 വോൾട്ടിനെ പ്ലസ് വിയിൽ കണക്ട് ചെയ്തിട്ടുള്ളത് എന്തോ അതിനെ ഔട്ട്പുട്ടിലോട്ട് ഡ്രൈവ് ചെയ്യും. അപ്പോൾ നമ്മൾ സ്വിച്ച് അമർത്തിയ സമയത്ത് അത് ഉള്ളത്. അപ്പം സ്വിച്ച് അമർത്തുമ്പോൾ ഈ 12 വോൾട്ട് അല്ലെങ്കിൽ ഈ 12 വോൾട്ട് ഔട്ട്പുട്ടിലോട്ട് ഡ്രൈവ് ചെയ്യും. അപ്പോൾ ഇവിടെ സ്വിച്ച് അമർത്തി 1.2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വി എന്തായി? ഹൈ ആയി. അതുവരെ വി 1.7 വോൾട്ടായിരുന്നു. ഇപ്പോൾ അത് VSAT ആയി. VSAT 12 വോൾട്ടായി. കമ്പാരറ്റർ കമ്പയർ ചെയ്യും. ആര് തമ്മിൽ? ഇൻവേർട്ട് ടെർമിനലും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലും തമ്മിൽ കമ്പയർ ചെയ്യും. ഓക്കെ, ഇതൊക്കെ നമുക്ക് ലാബ് കാണാം. അടുത്തത് ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച്. നമ്മൾ ഈ കമ്പയർ ചെയ്ത സാധനത്തിനെ ഇനി നമ്മൾ റിലേ വഴി നമ്മൾ ഔട്ട്പുട്ടിലോട്ട് ഡ്രൈവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ആ റിലേൻ്റെ സെക്ഷനാണ് നമ്മൾ ഈ സ്വിച്ച്, ട്രാൻസിസ്റ്റർ സ്വിച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് സർക്യൂട്ട്. ട്രാൻസിസ്റ്റർ സ്വിച്ചിൽ നമ്മൾ ഇങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഡയോഡ് തൽക്കാലം നമ്മൾ വെച്ചിട്ടില്ല. ഇത് വെക്കാം. ഇത് സ്പീഡപ്പ് ഡയോഡാണ്. അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ ഇതിൻ്റെ തൊട്ട് മുന്നേ ഞാൻ ഈ ട്രാൻസിസ്റ്ററിനെ പറ്റി പറഞ്ഞു. അതായത് ഇങ്ങനെയാണ്. ഇത് ഇൻപുട്ട് വോൾട്ടേജ്. ഇവിടെ ഒരു വോൾട്ടേജ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് റിലേ. നോക്കൂ, ഇവിടെ ഞാൻ വോൾട്ടേജ് ഒന്നും കൊടുക്കുന്നില്ല. മീൻസ് ഇതിലൂടെ കറണ്ട് ഉണ്ടാവുമോ? ഇല്ല. ഇത് ബേസ് ആണല്ലോ. ബേസിൽ കൂടെ പോകുന്ന കറണ്ട് IB. ബേസ് കറണ്ട് ഉണ്ടോ? IB ഇല്ല. IB ഇപ്പോൾ 0 ആണ്. IB 0 ആകുമ്പോൾ എന്ത് സംഭവിക്കും? IC = β × IB. അപ്പോൾ IC എന്താവും? 0 ആവും. അതായത് ഇതിലൂടെ പോകുന്ന കറണ്ട് 0 ആവും. മീൻസ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കറണ്ടും പാസ് ചെയ്യില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് മാഗ്നറ്റ് ആവില്ല. ഇത് കോയിലാണ്. അത് മാഗ്നറ്റ് ആവാത്തടത്തോളം കാലം ഇത് നോർമലി ഓൺ പൊസിഷനിൽ തന്നെ, ഇത് ഈ പൊസിഷനിൽ തന്നെ പിടിച്ചു നിൽക്കും. സ്വിച്ച് ചെയ്ത് നിൽക്കും. ഇനി ഇവിടെ ഒരു കറണ്ട് കൊടുത്തു. കറണ്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? IB ഉണ്ട്. IB ഉണ്ടെങ്കിൽ IC ഉണ്ട്. IC ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ IC ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും.
ഇങ്ങനെ പോയി അത് ഗ്രൗണ്ടിലോട്ട് പോകും. അപ്പോൾ ഐ സി ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇതെന്താവും, മാഗ്നറ്റൈസ് ആവും. അപ്പോൾ ഇതിനെന്ത് സംഭവിക്കും, ഇതിനെ പിടിച്ച് താഴോട്ട് വലിക്കും. അപ്പം ഇതും തമ്മിൽ ഇങ്ങനെ കണക്ഷൻ ആവും. ഇതാണ് ട്രാൻസിസ്റ്റർ സ്വിച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് അതിൻ്റെ കണക്ഷൻ. എന്താ ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞതൊക്കെ തന്നെ നിങ്ങൾക്കത് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് സംഭവിക്കും, ഇങ്ങനെയുള്ള നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് 1.7 വോൾട്ട് കൂടുതലായിട്ട് നമുക്ക് ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 1.7 വോൾട്ട് ഇവിടെ കൂടുതലുണ്ടാവും. ആ 1.7 വോൾട്ട് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് കൊടുത്താൽ ഈ ട്രാൻസിസ്റ്റർ എപ്പോഴും ഓണായിട്ട് നിൽക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു 5.6-ൻ്റെയോ അല്ലെങ്കിൽ 3.3-ൻ്റെയോ 3.3 ആണ് ഞാൻ യൂസ് ചെയ്തത്, ഒരു സെന ഡയോഡിനെ ഇവിടെ ഇട്ടു. അങ്ങനെ എന്ത് സംഭവിച്ചു, ആ സെന ഡയോഡിനെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ, എന്തിനാണ് ആ 3.3-ൻ്റെ സെന ഡയോഡിനെ ഇവിടെ ഇടുന്നത്, ഇത് 1.7 ആണ്. അപ്പം ഒരു സെന ഡയോഡിനെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ സെന ഡയോഡ് 3.3-ൻ്റെ ആണെങ്കിൽ ആ 3.3 വോൾട്ട് കഴിഞ്ഞിട്ടേ ഔട്ട്പുട്ടിലോട്ട് കറണ്ടിനെ പാസ് ചെയ്യുള്ളൂ. 5.6-ൻ്റെ ആണെങ്കിൽ 5.6 കഴിഞ്ഞിട്ട് ഔട്ട്പുട്ടിലോട്ട് ഇങ്ങോട്ട് കറണ്ടിനെ പാസ് ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇട്ടത്. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ ഒരു കണ്ടീഷനിൽ ഫസ്റ്റ് എത്രയാ, ഇത് 1.7 വോൾട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്നതിൻ്റെ മുന്നേ എപ്പോഴും ഇതിൻ്റെ ഔട്ട്പുട്ട് 1.7 വോൾട്ട് ഉണ്ടാവും. എപ്പോഴാണോ സ്വിച്ച് ഓൺ ചെയ്ത് 1.2 സെക്കൻഡ് കഴിയുമ്പോൾ എന്താവും, അത് 12 വോൾട്ടിലോട്ട് പോകും. അല്ലാത്ത സമയത്ത് 1.2 സെക്കൻഡ് കഴിഞ്ഞാൽ 12 വോൾട്ട്. അപ്പം എന്ത് സംഭവിക്കും നോക്കൂ, ഇവിടെ എപ്പോഴും 1.7 വോൾട്ട് ഉണ്ടാവും. 1.2 സെക്കൻഡ്, അതായത് ചാർജായി 1.2 സെക്കൻഡ് ചാർജായി കഴിഞ്ഞാൽ ഇത് കമ്പയർ ചെയ്യും. അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് 12 വോൾട്ട് ആവും. അല്ലാത്ത സമയത്ത് 1.7 വോൾട്ടും. അപ്പോൾ 1.7 വോൾട്ട് ഇവിടെ ഉണ്ട്. ഞാൻ 5.6-ൻ്റെയോ അല്ലെങ്കിൽ 3.3-യുടെയോ ഒരു സെന ഡയോഡ് ഇവിടെ ഇട്ടാൽ അത് 3.3-നേക്കാട്ടും കുറവാണ് 1.7 വോൾട്ട്. അപ്പോൾ ഇതിലൂടെ കറണ്ടോ കാര്യങ്ങളോ ഒന്നും പാസ് ചെയ്യില്ല. അപ്പം പെട്ടെന്ന് 12 വോൾട്ട് ആകുന്ന സമയത്ത് എന്ത് ചെയ്യും, 12 വോൾട്ട് മൈനസ് 3.3 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 3.3 വോൾട്ട് ഇവിടെ വരും. 5.6-ൻ്റെ സെന ഡയോഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, 12 വോൾട്ട് മൈനസ് 5.6 വോൾട്ട് ഇവിടെ വരും. അത് ഈ ട്രാൻസിസ്റ്റർ ഓൺ ആക്കും. ഇവിടെ ആ വോൾട്ടേജ് വന്നാൽ എന്താവും, ഐ ബി ഉണ്ടാവും. ഐ ബി ഉണ്ടെങ്കിൽ ഐ സി ഉണ്ടാവും. ഐ സി ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇതൊരു മാഗ്നറ്റാണ്, ഇത് മാഗ്നറ്റൈസ് ചെയ്യും. ഇതിനെ പിടിച്ച് താഴോട്ട് വലിക്കും. അപ്പോൾ ഇതും തമ്മിൽ ക്ലോസ് ആവും. ഇതെവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ 12 വോൾട്ടിലേക്ക് തന്നെയാണ് അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കൂ, ഇവിടെ ഇപ്പോൾ സ്വിച്ച് ഓൺ ചെയ്തു, ഇത് സ്വിച്ച് ഓൺ ചെയ്തു. ഇവിടെ എത്രയാണ് വോൾട്ട് സ്വിച്ച് ഓൺ ചെയ്ത സമയത്ത്, ഇവിടെ വോൾട്ടേജ് ഉണ്ടോ, ഇല്ല. എന്താ, ഇത് വോൾട്ടേജ് ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ ഒരു കണക്ഷൻ വരണം. അതുകൊണ്ട് ഇവിടെ വോൾട്ടേജ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ 1.7 വോൾട്ട് 3.3 വോൾട്ട് കഴിഞ്ഞിട്ട് ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവുന്നൊന്നുമില്ല. അപ്പോൾ വോൾട്ടേജ് ഒന്നുമില്ല. അങ്ങനെ ഇത് ഇങ്ങനെ 1 വോൾട്ടായി, 2 വോൾട്ടായി, 3 വോൾട്ടായി, 4 വോൾട്ടായി, 5 വോൾട്ടായി. 5.1 വോൾട്ടിനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് കമ്പയർ ചെയ്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് 12 വോൾട്ടായി. ഈ ട്രാൻസിസ്റ്റർ ഐ ബി ഉണ്ടായി. ഐ ബി ഉണ്ടാകുമ്പോൾ ഐ സി ഉണ്ടായി. ഐ സി ഉണ്ടാകുന്ന സമയത്ത് ഇത് കോയിൽ മാഗ്നറ്റൈസ് ചെയ്തു. മാഗ്നറ്റൈസ് ചെയ്യുന്ന സമയത്ത് ഈ മാഗ്നറ്റിൻ്റെ താഴോട്ട് പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് ക്ലോസ് ആയി. അപ്പോൾ എന്ത് സംഭവിക്കും, ഇത് സെൻറ്ററായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയല്ലേ. അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ 12 വോൾട്ട് ഇതിലൂടെ വന്ന് ഇവിടെ ഇങ്ങനെ ക്ലോസ് ആകുന്ന സമയത്ത് ഇതിലൂടെ വന്ന് ഇങ്ങനെ കിട്ടും. നിങ്ങൾ മനസ്സിലാക്കുക, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ എത്ര റെസിസ്റ്റൻസ് ഇവിടെ ഇടണം, ഇതിൻ്റെ ഒരു ചെറിയ ഡിസൈൻ കൂടെയുണ്ട്. അതാണ് അടുത്ത സെക്ഷൻ പറയുന്നത്. ഇതിനൊരു കാര്യം, നമ്മൾ ഒരു റിലേ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ റിലേക്ക് പറഞ്ഞിട്ടുണ്ട് കോയിൽ റെസിസ്റ്റൻസ് ഓഫ് റിലേ 400 ഓം എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് ആണ് കോയിലിൻ്റെ. ഇത് 400 ഓം ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് 12 വോൾട്ടാണ്. അപ്പോൾ എത്ര കറണ്ട് ഇതിലോട്ട് പാസ് ചെയ്യും, എത്ര കറണ്ട് പാസ് ചെയ്താൽ ഈ റിലേ ഓൺ ആവും. ഈ 400 ഓം ആണെന്നൊക്കെ നിങ്ങൾക്ക് എവിടുന്ന് നമുക്ക് കിട്ടിയത്, നിങ്ങൾ ഈ റിലേൻ്റെ ഡാറ്റ ഷീറ്റ് എടുത്ത് നോക്കിയാൽ അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. എത്ര വോൾട്ട് എത്ര ആംപിയർ വരെ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതിൻ്റെ കോയിൽ റെസിസ്റ്റൻസ് ഇത്രയാണ്, അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. നിങ്ങൾ ഏത് റിലേ ആണോ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ പോയി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡാറ്റ ഷീറ്റിൽ ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 400 ഓം പറഞ്ഞിട്ടുണ്ട്. എക്സ്പെക്റ്റഡ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ട്രാൻസിസ്റ്റർ എത്രയായിരിക്കും, ഇതിൽ കൂടെ ട്രാൻസിസ്റ്ററിൽ കൂടെ പോകുന്ന കറണ്ട് ഇവിടെ 12 വോൾട്ടാണ്, 400 ഓം ആണ്. അപ്പം 12 വോൾട്ട് ഡിവൈഡ് ബൈ 400 ഓം 30 മില്ലി ആംപിയർ കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യും. മീൻസ് ഇതിലൂടെ 30 മില്ലി ആംപിയർ പാസ് ചെയ്യും. ഐ സി 30 മില്ലി ആംപിയർ ആവും.
അങ്ങനെയാണെങ്കിൽ ഐ ബി എത്രയാണ്? ബീറ്റ ഓഫ് ട്രാൻസിസ്റ്റർ 200. ഞാൻ ട്രാൻസിസ്റ്റർ സെലക്ട് ചെയ്തിരുന്നത് 2N2222 ആണ്. അപ്പം ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് 30 മില്ലി ആംപിയർ ആണ്. അപ്പോൾ 30 മില്ലി ആംപിയർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഏത് ട്രാൻസിസ്റ്ററും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇത് 2N22 സെലക്ട് ചെയ്യാനുള്ള കാരണം ഇത് ഒരു അത്യാവശ്യം പവർ നല്ല കറണ്ട് ഹാൻഡിൽ ചെയ്യുന്നതാണ്. ഒരു 0.8 ആംപിയർ വരെ, അതായത് 800 മില്ലി ആംപിയർ വരെ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെയിലിയർ ഉണ്ടാവില്ല. നിങ്ങൾക്ക് BC107 യൂസ് ചെയ്യാം. BC107 നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് 100 മില്ലി ആംപിയർ വരെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെയാണെങ്കിൽ IC 30 മില്ലി ആംപിയറേ ആവുന്നുള്ളൂ. അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാം. പക്ഷേ ഫെയിലിയർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ബീറ്റ ഓഫ് ട്രാൻസിസ്റ്റർ 200 ആണ്. അത് 2N2222 100 ആണ്. IC/2 30 മില്ലി ആംപിയർ. അങ്ങനെയാണെങ്കിൽ IB എന്തായിരിക്കും? IB/IC/ബീറ്റ. ഓക്കെ, ബീറ്റ 100, IC 30. IB എത്ര കിട്ടി? ഏകദേശം ഒരു 0.3 മില്ലി ആംപിയർ എന്ന് കിട്ടും. ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെയെങ്കിൽ RB ഈ റെസിസ്റ്റൻസ് RB ഇവിടെ 12 വോൾട്ട് ഉണ്ട്. 12 വോൾട്ട് മൈനസ് ഇവിടെയുള്ള സെനർ ഡയോഡ് വോൾട്ടേജ് 3.3 കൊടുത്തു ഞാൻ. 3.3 ഡിവൈഡഡ് ബൈ 0.3 മില്ലി ആംപിയർ, ഏകദേശം 27K കിട്ടി. 27K ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സെക്ഷൻ ശരിയായി. ആ സെക്ഷൻ്റെ ഡിസൈൻ കഴിഞ്ഞു. നെക്സ്റ്റ്, മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. ഇതാണ് ട്രിഗർ നമ്മൾ ലോയാണ് കൊടുക്കുക. ഈ ട്രിഗർ പിന്നിൽ നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് ഒരു ഔട്ട്പുട്ടിനെ തരും. ഈ കപ്പാസിറ്ററും ഇതിലൂടെ ത്രൂ റെസിസ്റ്റർ കപ്പാസിറ്റർ ഇത് ചാർജ് ചെയ്യാൻ തുടങ്ങും. കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. അത് ഏകദേശം ഒരു 2/3 VCC എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് ഒരു ഔട്ട്പുട്ടിനെ തരും. ഓക്കെ, ഇത് ട്രിഗർ ഞെക്കുന്ന സമയത്ത് തന്നെ അത് ഔട്ട്പുട്ടിനെ തരും. പിന്നെ അത് പതുക്കെ ചാർജായി 2/3 VCC വരെ, 2/3 VCC വരെ, അതായത് ഈ രണ്ട് R1 C1 ഈ രണ്ട് റെസിസ്റ്റൻസ് ആണ് തീരുമാനിക്കുന്നത് ഏത് സമയത്ത് 2/3 VCC വരെ എത്താൻ ഉള്ള ആ ടൈമിങ്ങിനെ നിശ്ചയിക്കുന്നത് R1 C1 ആണ്. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് വരുന്ന എക്സ്പോഷർ ടൈം സെറ്റ് ചെയ്യുന്നത്. ഇത് രണ്ടെണ്ണം വെച്ചിട്ടാണ്. അപ്പം നെഗറ്റീവ് ട്രിഗർ ഇവിടെ കൊടുക്കുന്ന സമയത്ത് ഇത് ചാർജ് ചെയ്യും. ചാർജ് ചെയ്ത സമയത്ത് എപ്പോഴാണോ 2/3 VCC എത്തുന്നത്, 2/3 VCC എത്താൻ വേണ്ടിയിട്ട് നമ്മൾ 0.2 സെക്കൻഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ 0.2 സെക്കൻഡ് വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് ഇത് കണ്ടുപിടിക്കാം. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം T ഈ ടൈമിംഗ് T 1.1 × R1 × C1. അതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. അതിൻ്റെ ഡിസൈൻ കൂടി ഒന്ന് നോക്കാം. എക്സ്പോഷർ ടൈം T 0.2 സെക്കൻഡ്. T 1.1 RC. ഇത് തന്നെ 1.1 RC. ഹിയർ T 0.2 സെക്കൻഡ്. ഇതാണ് എക്സ്പോസ് ചെയ്യുന്നത്. ഓക്കെ, 15 മുതൽ 30 മില്ലി ആംപിയർ വരെ. ഏകദേശം നമുക്ക് 0.2 ആയിരിക്കും എക്സ്പോഷർ ടൈം വരുന്നത്. 15 മില്ലി ആംപിയർ മുതൽ 30 മില്ലി ആംപിയർ വരെ, അതായത് MA സെലക്ഷൻ, മില്ലി ആംപിയർ സെലക്ഷൻ ഇതിൽ വരുന്നത്, എക്സ്റേയിൽ വരുന്നത് അങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ റേഞ്ച് ആയിരിക്കും ഏകദേശം വരിക. അങ്ങനെയാണെങ്കിൽ C1 മൈക്രോഫാരഡ് ആയിട്ട് അസ്യൂം ചെയ്തു. C1 മൈക്രോഫാരഡ് ആക്കി അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ R എത്രയാണ്? 180K എന്ന് കിട്ടും അപ്രോക്സിമേറ്റ്ലി. ആ 180K ഇവിടെ ഇട്ട് കൊടുക്കുക. ഇത് 1 മൈക്രോഫാരഡ്, ഇത് 180K, ഇത് 0.01 മൈക്രോഫാരഡ്, അതൊക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം. ലാസ്റ്റ് സെക്ഷനാണ്. ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ആ റിലേയുടെ ഔട്ട്പുട്ടാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് കണക്ഷൻ ഉണ്ടാവുക. അപ്പം എന്ത് സംഭവിക്കും? റിലേ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ 12 വോൾട്ട് കിട്ടും. ഇവിടെ 12 വോൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഫോർ എ സഡൻ ചേഞ്ച് ഈ കപ്പാസിറ്റർ ഷോർട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ആരും നമുക്കിവിടെ ട്രിഗർ കൊടുക്കാനില്ല. അപ്പം ഇവിടെ സ്വിച്ച് ചെയ്താൽ ഉടനെ തന്നെ നമുക്ക് ട്രിഗർ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഒരു നെഗറ്റീവ് ഇവിടെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ കപ്പാസിറ്ററിൻ്റെ പ്രോപ്പർട്ടി നമുക്കിവിടെ യൂസ് ചെയ്യാം. ഫോർ എ സഡൻ ചേഞ്ച് കപ്പാസിറ്റർ വിൽ ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. അങ്ങനെയാണെങ്കിൽ ഇത് 10K, ഇത് 1 മൈക്രോഫാരഡ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ 12 വോൾട്ട് പെട്ടെന്ന് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആദ്യം 0 ആയിരുന്നുണ്ടായിരുന്നത് പെട്ടെന്ന് 12 ആകും. 12 ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ കപ്പാസിറ്റർ ഷോർട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ഇത് പതുക്കെ ഈ കപ്പാസിറ്റർ ഷോർട്ടാകുമ്പം ഈ ഗ്രൗണ്ട് ഇവിടെ വന്നു. രണ്ടാമത്തെ പിന്നെ ഗ്രൗണ്ടായി. ഇത് ഗ്രൗണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഔട്ട്പുട്ടിനെ തരും. ആ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്
നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ റെസിസ്റ്ററിനെയും ഈ കപ്പാസിറ്ററിനെയും അനുസരിച്ചിരിക്കും. അങ്ങനെ എന്താവും, അത് പതുക്കെ ഇത് ചാർജ് ആകാൻ തുടങ്ങും. എപ്പോഴാണോ 2/3 VCC എത്തുന്നത് അതുവരെ അത് ഔട്ട്പുട്ട് ഹൈ ആവും. ആ ഹൈ ആയ ഔട്ട്പുട്ടിനെ നമുക്ക് ഈ LED കാണാൻ പറ്റും. അത് അവസാനമാണ്. ഇത് ആ സെക്ഷനാണ് നമ്മളിവിടെ സി എന്ന് കാണിച്ചിരിക്കുന്നത്. നോക്കാം. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫോർ എ സഡൻ ചേഞ്ച് ദ കപ്പാസിറ്റർ വിൽ ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതൊക്കെ വളരെ കുറഞ്ഞു പോയാൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടില്ല. നോക്കാം നമുക്കത്. ഇതാണ് LED ഡിസൈൻ. LED ഈ റെസിസ്റ്റൻസ് ഡിസൈൻ ചെയ്യണം. R is equal to V minus V LED divided by ILED. ILED മീൻസ് LED നന്നായിട്ട് ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഏകദേശം ഒരു 10 mA ആയിരിക്കണം. ഓക്കെ, അപ്പം ഇതാണ് V. എന്ന് വെച്ചാൽ ഏത് വിയാ? ഇവിടെ ഉണ്ടാകുന്ന V. അത് എത്രയാ? ഇവിടെയുള്ള 12 വോൾട്ട് തന്നെ ഉണ്ടാവുക ഔട്ട്പുട്ടിൽ. ഔട്ട്പുട്ട് ഹൈ ആകുന്ന സമയത്ത് 12 വോൾട്ട് ഉണ്ടാവുക. അപ്പോൾ ആ 12 വോൾട്ട് V LED V is equal to 12 വോൾട്ട്. V LED എന്താ? നിങ്ങൾ ഏത് LED ആണോ സെലക്ട് ചെയ്യുന്നത് അതിനെ പറ്റിയിട്ട് നിങ്ങൾ അതിൻ്റെ ഡാറ്റ ഷീറ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഓൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് കാണിക്കും. ആ വോൾട്ടേജ് ഡ്രോപ്പാണ് VLED എന്ന് പറയുന്നത്. അത് 1.9 വോൾട്ട് ജനറലി. അപ്പം നമ്മളവിടെ 1.9 വോൾട്ട് ഇവിടെ സെലക്ട് ചെയ്തു. ഇത് 1.9 വോൾട്ടാണ്. ഇത് V 12 വോൾട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. റെസിസ്റ്റൻസ് R is equal to V minus VLED divided by ILED. അപ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് R ഏകദേശം ഒരു 1K കിട്ടും. ആ 1K നിങ്ങളെടുത്ത് ഇവിടെ ഇടുക. അപ്പം ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം. ഓക്കെ, എക്സ്റേ ടൈമർ സർക്യൂട്ട് ഡയഗ്രാം. ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇൻപുട്ട് കൊടുത്തു, സെൻറ്റർ ടാപ്പ് റെക്ടിഫൈ ചെയ്യുന്നു, ഫിൽട്ടർ ചെയ്യുന്നു, സ്വിച്ച് ഞെക്കുന്നു. ആ സമയത്ത് സ്വിച്ച് ഞെക്കിയ ആ ഇൻസ്റ്റൻറ്റ് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഇത് ചാർജ് ആകും. കപ്പാസിറ്റർ പതുക്കെ ചാർജ് ആകും. ഇത് നമ്മുടെ റെഗുലേറ്ററായിട്ട് യൂസ് ചെയ്യുന്നു. ഇവിടെ 5.1 വോൾട്ട് ഉണ്ടാകുന്നു. ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു. എപ്പോഴാണോ 5.1 വോൾട്ട് എത്തുന്നത് ആ സമയത്ത് ഇത് 12 വോൾട്ട് ആവുന്നു, അല്ലെങ്കിൽ ഇത് 1.7 വോൾട്ട് ആവുന്നു. അങ്ങനെ 1.7 വോൾട്ടിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 3.3യുടെയോ 5.6ൻ്റെയോ സെനർ ഡയോഡ് വെക്കുന്നു. അതിനുശേഷം ഇത് ഇവിടെ 0 വോൾട്ട് ആകും. അങ്ങനെ എപ്പോഴാണോ 5.1 വോൾട്ടിനെ ക്രോസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ 12 വോൾട്ട് ആവും. 12 വോൾട്ട് ആകുന്ന സമയത്ത് ഈ ഇൻപുട്ടിലൊരു വോൾട്ടേജ് കിട്ടുന്ന സമയത്ത് ആ വോൾട്ടേജ് കൊണ്ടൊരു കറണ്ട് ഉണ്ടാവും. IB എന്ന് പറഞ്ഞ കറണ്ട് ഉണ്ടാവും. IB എന്ന് പറഞ്ഞ കറണ്ട് ഉണ്ടാകുന്ന സമയത്ത് ട്രാൻസിസ്റ്റർ ഓൺ ആണ്. IC എന്ന് പറഞ്ഞ കറണ്ട് ഉണ്ടാവും. അപ്പോൾ ട്രാൻസിസ്റ്റർ ഓൺ ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യും. ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇത് മാഗ്നറ്റൈസ് ചെയ്യും. ഈ കോയിലിനെ പിടിച്ച് താഴോട്ട് വലിക്കും. അപ്പോൾ ഈ കോയിലിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ വോൾട്ടേജാണ് 12 വോൾട്ട്. 12 വോൾട്ട് ഇങ്ങനെ ഷോർട്ടാകും. ഷോർട്ടാകുന്ന സമയത്ത് ഈ സെക്ഷനിലേക്ക് 12 വോൾട്ട് കിട്ടും. 12 വോൾട്ട് കിട്ടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇത് 10K ഇട്ടു. ഇത് 1 മൈക്രോ ഫാരഡ് കപ്പാസിറ്ററാണ്. ഫോർ എ സഡൻ ചേഞ്ച് കപ്പാസിറ്റർ വിൽ ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. അപ്പം ഇവിടെ പെട്ടെന്ന് ഷോർട്ട് സർക്യൂട്ട് ആവും. അപ്പോൾ ഇവിടെ 0 വോൾട്ട് കിട്ടും. ഇവിടെ 0 വോൾട്ട് കിട്ടുക എന്ന് വെച്ചാൽ ഇതിന് ട്രിഗർ കിട്ടി എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് ഔട്ട്പുട്ടിൽ ഹൈ തരും. ആ ഹൈനെ നിശ്ചയിക്കുന്നത്, എത്ര സമയം ഹൈ വേണമെന്ന് തീരുമാനിക്കുന്നത് ഈ റെസിസ്റ്ററും ഈ കപ്പാസിറ്ററുമാണ്. അതങ്ങനെ പതുക്കെ ചാർജ് ആവും. അങ്ങനെ ഇതിൻ്റെ VCC 12 വോൾട്ടാണ്. 2/3 VCC വരെ അതങ്ങനെ ചാർജ് ആകും. എപ്പോഴാണോ 2/3 VCC എത്തുന്നത് ആ സമയത്ത് അത് ലോ ആവും. അത്രയും സമയം ഈ LED ഓൺ ആയിട്ട് നിൽക്കും. ഇതൊക്കെ നമ്മളിപ്പം ലാബിൽ പോയിട്ട് കാണണം. ഇതാണ് ഇത്രയും നേരം നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തത്. എക്സ്പെക്റ്റഡ് വേവ് ഫോം നമുക്ക് നോക്കാം. എന്ത് സംഭവിക്കും? ആദ്യം നമ്മളൊന്നും ചെയ്യുന്നില്ല. സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? സ്വിച്ച് ഓഫാണ്, സപ്ലൈയും കാര്യങ്ങളൊന്നുമില്ല. സ്വിച്ച് ഓൺ ചെയ്ത സമയത്ത് എവിടെയാണോ സ്വിച്ച് ഓൺ ചെയ്തത് ഇൻസ്റ്റൻറ്റ് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൻ്റെ മുന്നത്തെ കേസാണ് ഓഫ് എന്ന് പറയുന്നത്. ഈ ഇൻസ്റ്റൻറ്റ് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0 1.7 വോൾട്ട് ആവും. 1.7 വോൾട്ട് ആണെന്നത് പറഞ്ഞല്ലോ. അതായത് ഇവിടെ 5.1 വോൾട്ട് എത്തിയില്ല. അങ്ങനെ 1.7 വോൾട്ട് ആവും. ആ 1.7 വോൾട്ട് ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? 1.7 വോൾട്ട് ആകുന്ന സമയത്ത് ഈ ട്രാൻസിസ്റ്റർ ഓൺ അല്ല, ട്രാൻസിസ്റ്റർ ഓഫാണ്. അപ്പോൾ സ്വിച്ചിങ്ങോ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ C എന്ന് പറഞ്ഞ പോയിന്റിൽ 0 വോൾട്ടേക്ക് ഉണ്ടാവുക.
അങ്ങനെ അത് 1.2 സെക്കൻഡ് കഴിയുന്ന സമയത്ത് എന്ത് സംഭവിക്കും? എപ്പോഴാണോ 1.2 സെക്കൻഡ് കഴിയുന്നത് ആ സമയത്ത് 1.2 സെക്കൻഡ് കഴിയുന്നത് ആ സമയത്ത് ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവും. ട്രാൻസിസ്റ്റർ ഓൺ ആയി കഴിഞ്ഞാൽ റിലേ സ്വിച്ച് ചെയ്യും. റിലേ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്ന് താഴോട്ട് സ്വിച്ച് ചെയ്യും. അപ്പോൾ സി എന്ന് പറഞ്ഞ പോയിന്റിൽ 1.2 സെക്കൻഡ് കഴിയുന്ന സമയത്ത് 12 വോൾട്ട് ഉണ്ടാവും. 1.2 സെക്കൻഡ് കഴിയുന്ന സമയത്ത് 12 വോൾട്ട് ഉണ്ടാവും. അത് എത്ര സമയം ഉണ്ടാവും? അത് തീരുമാനിക്കുന്നത് ഈ റെസിസ്റ്ററും ഈ കപ്പാസിറ്ററുമാണ്. നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സ്പോഷർ ടൈമാണ് 0.2 സെക്കൻഡ് അല്ലെങ്കിൽ 200 മില്ലി സെക്കൻഡ് ഡ്യൂറേഷനിൽ ഔട്ട്പുട്ട് വേവ് ഫോം ഉണ്ടാവും. ഇതാണ് ഉണ്ടാവുക. ക്ലിയർ? അടുത്തത് നമുക്ക് ലാബ് സെക്ഷനാണ്. നമുക്ക് ലാബിലോട്ട് പോകാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സെക്ഷനാണ്, റെക്ടിഫയർ. അപ്പം ട്രാൻസ്ഫോമർ 909 ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാ നമ്മൾ ഇപ്പം ഈ ഫിൽറ്റർ ഇല്ലാതെ നമ്മളിവിടെ ഔട്ട്പുട്ട് നോക്കാം, അതെങ്ങനെയുണ്ട് നോക്കാം. ഇതാണ് ട്രാൻസ്ഫോമർ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സെറ്റപ്പ് തന്നെ ഉണ്ടാക്കി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ ട്രാൻസ്ഫോമർ ഇതൊക്കെ ടച്ച് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് 0 ഇവിടെ കിട്ടും, -9 ഈ രീതിയിൽ കിട്ടും. ഓക്കെ, പിന്നെ ഇതാണ് നമ്മൾ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫിൽറ്റർ തൽക്കാലം ഊരി വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫിൽറ്റർ, 1000 മൈക്രോഫാരഡ് 63 വോൾട്ട്. അതാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തൽക്കാലം ഊരി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. ഇത് നമ്മുടെ സൈൻ വേവ് ആണ്. ഇത് റെക്ടിഫൈഡ് ഔട്ട്പുട്ടാണ്. ഏകദേശം നമുക്കൊരു 13.8 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. അപ്പം നമ്മളത് റെക്ടിഫൈ ചെയ്യുന്ന സമയത്ത് ഒരു 0.7 വോൾട്ടേജ് മാത്രമേ ഡ്രോപ്പ് ആവുള്ളൂ. അപ്പോൾ ഏകദേശം 13 വോൾട്ട് നമുക്ക് കിട്ടും. വേണമെങ്കിൽ നമുക്ക് ഒരു ഡയോഡ് ഇട്ടിട്ട് നമുക്ക് അതിനെ ഒന്നുകൂടെ ഒന്ന് കുറയ്ക്കാം, നമ്മൾ ഔട്ട്പുട്ടിലോട് കണക്ട് ചെയ്യുന്ന സമയത്ത്. ഇങ്ങനെയാണ്. അപ്പം ഇത് നിങ്ങൾ പഠിച്ചതാണ്, അപ്പം കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, അടുത്ത സെക്ഷൻ നമുക്ക് ഇത് 1000 മൈക്രോഫാരഡ് ഇട്ടിട്ട് ഈ 2 കപ്പാസിറ്റർ ഇട്ടിട്ട് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത്ര സെക്ഷൻ മാത്രമാണ് ഇപ്പം ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ലെവൽ. ഏകദേശം ഇത്രയും സ്മൂത്തായിട്ട് തന്നെ കിട്ടി. അപ്പോൾ നിങ്ങൾ 1000 മൈക്രോഫാരഡ് ഇടുകയാണ് കിട്ടും. നിങ്ങൾക്ക് ഇതിനകത്ത് ചെറിയ റിപ്പിൾ കാണാൻ പറ്റും. അത് കുറച്ച് കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇത് DC-ക്ക് പകരം AC ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. നമുക്ക് പ്രൊസീഡ് ചെയ്യാം. തൽക്കാലം ആ ഒരു ലെവലോട്ട് പോകണ്ട. ഇനി ഇത് സ്വിച്ചാണ്. നമുക്ക് ഒരു വയർ വെച്ച് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. വയർ ഓണാക്കുക ഓഫാക്കുക, അല്ല സ്വിച്ച് തന്നെ ഉണ്ടെങ്കിൽ സ്വിച്ച് തന്നെ കണക്ട് ചെയ്യാം. നമ്മൾ ഈ പോയിന്റ് A എന്ന് പറഞ്ഞ പോയിന്റ്. അതിനുശേഷം ഇതാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള 2 റെസിസ്റ്റൻസ് കപ്പാസിറ്റർ വാല്യൂ. അപ്പം ഈ റെസിസ്റ്റർ നമ്മൾ 270K ഇടുന്ന സമയത്ത് കുറച്ചൊരു ടൈം കൂടുതലുള്ളത് കിട്ടുന്നത് കൊണ്ട് നമ്മളിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു 220K ഒക്കെ ഇടുന്ന സമയത്താണ് നമുക്ക് കിട്ടുന്നത്. ഈ കപ്പാസിറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അക്രോസ് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ അക്രോസ് ചെറിയൊരു സ്വിച്ച് മാതിരി കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു വയർ മാതിരി കണക്ട് ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇപ്പം 5 വോൾട്ട് വരെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത എക്സ്പെരിമെൻറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഈ ചാർജ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ അടുത്ത സെക്ഷൻ ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ ഒരു സാധനം കണക്ട് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം ഇതൊന്ന് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് ഷോർട്ട് ആയിക്കോളും. ഒരു റെസിസ്റ്റർ ഷോർട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ 5.1 വോൾട്ട് ആയതുകൊണ്ട് നമ്മളിവിടെ 63 വോൾട്ടിൻ്റെ ഇതായതുകൊണ്ട് ഇങ്ങനെ ഷോർട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ സെക്ഷൻ നമുക്കിനി നോക്കാം. നമ്മൾ നോക്കുന്നത് A എന്ന് പറഞ്ഞ പോയിന്റും ഇതും തമ്മിൽ സ്വിച്ച് ഇടുന്ന സമയത്ത് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ഞാൻ ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുന്നു. അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം. കർസർ ടൈമിലിട്ടു, കർസർ പ്രസ് ചെയ്തു, അതിനുശേഷം ടൈമിങ് ഇട്ടു. അങ്ങനെ ഒന്നാമത്തെ കർസർ ഇവിടെ ചെയ്തു. രണ്ടാമത്തെ കർസർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഇവിടെ 5.1 വോൾട്ടാകുന്ന സമയത്ത് എപ്പോൾ ആകും? ഓക്കെ, ഏകദേശം 1.4 സെക്കൻഡാണ് കിട്ടുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ ആ വാല്യൂ ആണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് വേണമെങ്കിൽ 1.2 സെക്കൻഡ് ആക്കാം. നമ്മളിപ്പം ചെയ്തിരിക്കുന്ന ഡിസൈൻ പ്രകാരം 1.4 സെക്കൻഡാണ് കിട്ടുന്നത്. നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. ഇനി നമുക്ക് ഈ സെക്ഷൻ നോക്കാം. ഈ ഡയോഡും ഇത് റെഗുലേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഇത് റെഗുലേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി പ്രൊസീഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് 5.1 വോൾട്ട് കിട്ടണം. നോക്കാം.
ഇതാണ് മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ 5.1 വോൾട്ട് കിട്ടുന്നത്. അടുത്ത സെക്ഷൻ കമ്പാരറ്ററാണ്. എന്ത് ചെയ്യുന്നു വെച്ചാൽ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ഇവിടെ നമുക്ക് 5.1 വോൾട്ട് കിട്ടും. എപ്പോഴാണോ 5.1 വോൾട്ടിനെക്കാട്ടും ക്രോസ് ചെയ്യുന്നത് ആ സമയത്ത് ബിയിൽ നമുക്ക് ഹൈ കിട്ടും. അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്ന ഏതാ? എയും ബിയും വെച്ചിട്ടാണ്. അപ്പം അതിന് മുമ്പ് നിങ്ങളിത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1.7 വോൾട്ടേക്ക് ഉണ്ടാവുക. എപ്പോഴാണോ ഇത് 1.2 സെക്കൻഡ് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തതിൽ പ്രാക്ടിക്കൽ പ്രകാരം കിട്ടുന്നത് 1.4 സെക്കൻഡാണ്. 1.4 സെക്കൻഡ് കഴിയുന്നത് ആ സമയത്ത് എന്ത് ചെയ്യും? ഇതിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആവും. ഹൈ ആവുന്ന സമയത്ത് ഇവിടെ 12 വോൾട്ട് കിട്ടും. അല്ലാത്ത സമയത്ത് 1.7 വോൾട്ട് കിട്ടും. 1.7 1.4 വോൾട്ട് കിട്ടും. ഇതിൻ്റെ ഓഫ്സെറ്റ് അനുസരിച്ചിട്ട് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഇതാണ് കമ്പാരറ്റർ 741. നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. ഇതിവിടെ ഞാൻ ട്രിഗർ കൊടുക്കുന്നു, അതായത് സ്വിച്ച് ഓൺ ചെയ്യുന്നു. ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഇത് ടൈമിലിട്ടു. ഫസ്റ്റ് കർസറിനെ ഇവിടെ ഫിക്സ് ചെയ്തു. രണ്ടാമത്തെ കർസർ ഇവിടെ ഫിക്സ് ചെയ്തു. 1.332, അതായത് നേരത്തെ 1.4 കിട്ടിയത് 1.3 ആണ് ഉള്ളത്. അത് 1.4 1.3 ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും, നോക്കണ്ട. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രയും സമയം കഴിഞ്ഞിട്ട് അത് ഹൈ ആയി. ഇനി നമുക്ക് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡും കൂടെ ഒന്ന് നോക്കാം. ആംപ്ലിറ്റ്യൂഡ് ഒന്നാമത്തെ കർസർ താഴെ വെക്കാം. കർസറിനെ താഴെ ഫിക്സ് ചെയ്യാം. രണ്ടാമത്തെ കർസർ നമുക്ക് ഇത് എത്ര വോൾട്ട് ഉണ്ട് നോക്കാം. ഇത് ഏകദേശം 1.6 വോൾട്ട്, 1.7 1.8 വോൾട്ട് ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അങ്ങനെ അതാണ് ഓപ്പാമ്പിൻ്റെ ആ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്, വോൾട്ടേജ് ഇതാണ്. അത് കഴിഞ്ഞിട്ട് എത്ര വോൾട്ട് കിട്ടുന്നുണ്ട്? ഏകദേശം 8.4 വോൾട്ട്. ഇതൊരു 12 വോൾട്ടിൻ്റെ അടുത്തുണ്ടാവും, 10 വോൾട്ട്. ഇത്രയും വോൾട്ടേജ് കിട്ടുന്നുണ്ട്. അപ്പം ഇത് ഓപ്പാം സ്വിച്ച് ചെയ്താണ് ഇത്. അപ്പോൾ ഇവിടെ 1.7 വോൾട്ട് കിട്ടുന്നു. ശേഷം സെന ഡയോഡ് റെസിസ്റ്റർ എപ്പോഴാണോ ഇവിടെ ഹൈ ആവുന്ന സമയത്ത് അത് ഈ ട്രാൻസിസ്റ്റർ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഈ റിലേ താഴോട്ട് വലിയും. ആ സമയത്ത് ഒരു സൗണ്ട് കിട്ടും. നമുക്കതൊന്ന് നോക്കാം. ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന റിലേ. അപ്പോൾ നമുക്കത് നോക്കാം. ഇതാണ് അതിൻ്റെ പിന്നുകൾ. ഈ രണ്ട് പോയിൻ്റ്, ഈ പോയിൻറ്റുമാണ് കോയിൽ. അപ്പം ഇത് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇത് എ ആയിട്ടും ഇത് ബി ആയിട്ടോ, അല്ലെങ്കിൽ ഇത് എ ആയിട്ട് ഇത് ബി ആയിട്ടോ ഇങ്ങനെ എടുക്കാം. ഇതാണ് കോമൺ പോയിന്റ്, ഇതാണ് നോർമലി ഓൺ. ഈ കോമൺ പോയിന്റ് നോർമലി ഓണും എപ്പോഴും ഇങ്ങനെ ടച്ച് ചെയ്തിരിക്കും. എപ്പോഴാണോ റിലേ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നത് ആ സമയത്ത് എന്ത് ചെയ്യും? ഈ നോർമലും ഈ കോമൺ പോയിന്റും ഇതും തമ്മിൽ സ്വിച്ച് ആവും. ആ രീതിയിലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇതിങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം റിലേയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവും നോക്കാം. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് റിലേയിൽ നിന്ന് ഒരു സൗണ്ട് വരുന്നുണ്ടാവും, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. 1.2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒരു സൗണ്ട് കേട്ടില്ലേ? അതാണ് റിലേ സ്വിച്ച് ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് സെക്ഷൻ. അപ്പോൾ റിലേ സ്വിച്ച് ഓൺ ചെയ്യുന്നു. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങോട്ട് കണക്ഷൻ ആവും. കണക്ഷൻ ആകുന്ന സമയത്ത് ഇവിടെ VCC കിട്ടും. ഈ കപ്പാസിറ്റർ ഷോർട്ട് ആകും. ഫോർ എ സഡൻ ചേഞ്ച് കപ്പാസിറ്റർ വിൽ ആക്ട് ആസ് ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ ഇവിടെ ട്രിഗർ കിട്ടും. ട്രിഗർ കിട്ടുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. അപ്പം ഈ റെസിസ്റ്ററും ഈ കപ്പാസിറ്ററും അനുസരിച്ചിട്ടാണ് അതിൻ്റെ ചാർജിങ് ഉണ്ടാവുക. അത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 0.2 എക്സ്പോഷർ ടൈം 0.2 കിട്ടുന്ന രീതിയിലാണ്. നമുക്ക് ഫസ്റ്റ് ഈ LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ടൈം അനാലിസിസിലും കാര്യങ്ങളിലേക്കും പോകാം. ഓക്കെ, സ്വിച്ച് ഓൺ ചെയ്യുന്നു. നമുക്ക് LED പെർഫോമൻസ് നോക്കാം. LED ഓണായി. ഓക്കെ, ഒരു 0.2 സെക്കൻഡ് നേരത്തോളം LED ഓണായി. നമുക്ക് ഇതിൻ്റെ ടൈം അനാലിസിസും കാര്യങ്ങളും നോക്കാം. അതിൻ്റെ മുന്നേ LED നമുക്ക് ഒന്നുകൂടെ കാണാം. ഒന്നുകൂടെ സ്വിച്ച് ഓൺ ചെയ്യുകയാണ് ഞാൻ. നിങ്ങളുടെ LED ഒന്നുകൂടെ കാണാം. സ്വിച്ച് ഓൺ ചെയ്തു. 1.2 സെക്കൻഡ് കഴിഞ്ഞ സമയത്ത് LED ഓണായി. നമുക്ക് അതിൻ്റെ ടൈം അനാലിസിസിലേക്ക് പോകാൻ.
നമുക്ക് നോക്കാം. ഞാൻ സ്വിച്ച് ഓൺ ചെയ്തു, ഔട്ട്പുട്ട് കിട്ടി. നമുക്ക് അനാലിസിസിലേക്ക് പോകാം. ഓക്കെ, അതിൻ്റെ നമുക്ക് ടൈം അനാലിസിസിലേക്ക് പോകാം. നമുക്കൊന്നും കൂടെ ഇതിനൊന്ന് വൃത്തിയാക്കാം. ശരി, കർസർ എടുക്കുക. ഇത് ടൈം ആക്കി എടുത്തു, ടൈമിലിട്ടു. ഇതാണ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത സമയം. നമ്മൾ നോക്കുന്നത് ഇപ്പോൾ സ്വിച്ച് ഓൺ ചെയ്ത സമയം മുതൽ ലാസ്റ്റ് ഔട്ട്പുട്ട് വരെയുള്ളതാണ്. അപ്പോൾ ഇത് എത്ര കിട്ടണം? 1.2 സെക്കൻഡ് കിട്ടണം. ഏകദേശം 1.3 സെക്കൻഡാണ് നമുക്ക് കിട്ടിയത്. കുഴപ്പമില്ല. 1.3 സെക്കൻഡ് എക്സ്പോഷർ ടൈം, വാമപ്പ് ടൈം കഴിഞ്ഞു. ഡിവൈസ് ഓൺ ആവുന്നു. എക്സ്പോഷർ ടൈം എത്രയുണ്ടെന്ന് നോക്കാം. ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. ഇതിൻ്റെ എക്സ്പോഷർ ടൈം ഇതിനകത്ത് ഏകദേശം നമുക്ക് എത്ര കിട്ടി? 190 മില്ലി സെക്കൻഡ് കിട്ടി. 190 മില്ലി സെക്കൻഡ് മീൻസ് 0.19 സെക്കൻഡ്. നമ്മൾ 0.2 ഡിസൈൻ ചെയ്തത്, 0.19 കിട്ടി. ഓക്കെ, ഇതാണ് എക്സ്റേ ടൈമർ. എക്സ്റേ ടൈമറിൻ്റെ വർക്കിംഗ് ആണ് ഇങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി വിചാരിക്കുന്നു. ഇത് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത സമയം, ഇവിടെ മുതൽ ഈ സമയം മുതൽ ഈ സമയം വരെ അത് വാമപ്പ് ചെയ്യാൻ എടുക്കുന്നു. ലാസ്റ്റ് ഈ സെക്ഷനാണ് ഫൈനൽ ഔട്ട്പുട്ട്. ഈ സെക്ഷൻ നമുക്ക് എത്ര കിട്ടി? 0.2 സെക്കൻഡ് ഡിസൈൻ ചെയ്തു, നമുക്ക് 0.19 സെക്കൻഡ് കിട്ടി. ഇതാണ് കംപ്ലീറ്റ് സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ ഇതിൻ്റെ ഓരോ സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. നമ്മുടെ ഫുൾ സെറ്റപ്പ് ഒന്നുകൂടെ കാണാം. ഇതാണ് നമ്മുടെ ഫുൾ സെറ്റപ്പ്. ട്രാൻസ്ഫോമർ 909, റെക്ടിഫയർ വിത്ത് ഫിൽറ്റർ, ശേഷം കമ്പാരറ്റർ, റിലേ, ഔട്ട്പുട്ട്, ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെ ഉണ്ടാവും. ട്രബിൾ ഷൂട്ടിംഗ് ടെക്നിക്. എന്താണ് ട്രബിൾ ഷൂട്ടിംഗ്? നിങ്ങൾ ഇതൊക്കെ കണക്ട് ചെയ്തു, ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ മുമ്പ് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങളിത് കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ഇത് മുഴുവൻ കണക്ട് ചെയ്ത് വെച്ചേക്കരുത്. കാര്യം ഈ മുഴുവൻ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടിക്കണമെന്നില്ല. ഓരോ സെക്ഷനായിട്ട് ചെയ്യണം. ആദ്യം നിങ്ങൾ ഇത്രയും ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ 12 വോൾട്ട് കിട്ടുന്നുണ്ടോ, ഈ ഫിൽറ്ററൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ 12 വോൾട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ മാത്രം പ്രൊസീഡ് ചെയ്യുക. ഉണ്ടെങ്കിൽ മാത്രം ഈ സ്വിച്ച് വെച്ചിട്ട് അടുത്ത സെക്ഷൻ ചെയ്യുക. അടുത്ത സെക്ഷൻ എന്താ? ഈ റെസിസ്റ്ററും കപ്പാസിറ്ററും മാത്രം ചെയ്യുക. എന്നിട്ട് അതിൻ്റെ പെർഫോമൻസ് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പെർഫോമൻസ് ഇവിടെ കിട്ടുന്നുണ്ടോ നോക്കുക. അതായത് 1.2 സെക്കൻഡ് കഴിയുന്ന സമയത്ത് 5.1 വോൾട്ട് കിട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം അടുത്ത് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ ഇവിടെ തന്നെ അത് ക്ലിയർ ചെയ്യണം. അടുത്തത് ഇത് മാത്രം ചെയ്യുക. റെഗുലേറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. ലാവിൽ പറഞ്ഞുതരാം എങ്ങനെയാണ്. ഉണ്ടെങ്കിൽ മാത്രം അടുത്ത സെക്ഷൻ ചെയ്യുക. അതിനുശേഷം കമ്പാരറ്റർ ചെയ്യുക. അതിനുശേഷം ഈ സെക്ഷൻ ചെയ്യുക, പിന്നെ ഈ സെക്ഷൻ ചെയ്യുക. ഓക്കെ, ഇത് നോക്കൂ, ട്രബിൾ ഷൂട്ടിംഗ് ടെക്നിക്ക്. ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനെങ്ങനെ ട്രബിൾ ഷൂട്ട് ചെയ്യാം എന്നാണ് നോക്കുന്നത്. LED ഈസ് നോട്ട് ബ്ലിങ്കിങ്. ലാസ്റ്റ് ഈ LED ബ്ലിങ്ക് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായിരിക്കും കാരണം? ഒന്നെങ്കിൽ ഇവിടെ ഈ VCC വരുന്നുണ്ടാവില്ല. ഈ VCC വന്നിട്ടില്ലെങ്കിൽ എവിടെ ചെക്ക് ചെയ്യണം? ഒന്നെങ്കിൽ റിലേ പോയായിരിക്കും, അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ പോയായിരിക്കും, അല്ലെങ്കിൽ ഈ VCC ഉണ്ടാവില്ല. അപ്പം ആ മൂന്നെണ്ണവും നിങ്ങൾ ചെക്ക് ചെയ്യണം. റിലേ ഈസ് ഓൾവേസ് ഓൺ. ഈ റിലേ എപ്പോഴും ഓണായി നിൽക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും കാരണം? ഈ റിലേ എപ്പോഴും ഓൺ ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഇവിടെ എപ്പോഴും 12 വോൾട്ട് കിട്ടണം. അപ്പോൾ ഇവിടെ എപ്പോഴും 12 വോൾട്ട് കിട്ടണമെങ്കിൽ എന്തായിരിക്കും കാരണം? ചിലപ്പം ഈ ഡയോഡ് തലയിരിച്ചയച്ചും വെച്ചിട്ടുണ്ടാവുക, ഫോർവേഡ് ബയസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇത് എപ്പോഴും ഹൈ ആയിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ അത് ഈ കമ്പാരറ്ററിൻ്റെ പ്രശ്നമാവാം. ഈ IC ചെക്ക് ചെയ്യണം. അതും അല്ലെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ ബേൺ ആയിട്ടുണ്ടാവാം. അതും അല്ലെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ എമിറ്ററും കളക്ടറും തമ്മിൽ മാറിയിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് അത് ചെക്ക് ചെയ്യാം. വാമപ്പ് ടൈം ഈസ് ഡിഫറെൻറ്റ്. നമ്മൾ വാമപ്പ് ടൈം എത്രയാണ് കൊടുത്തത്? 1.2 സെക്കൻഡാണ് കൊടുത്തത്. 1.2 സെക്കൻഡിന് പകരം ഒരു 2 സെക്കൻഡ് കിട്ടുന്നു. അതിൻ്റെ അർത്ഥം എന്താ? അങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്ററും കപ്പാസിറ്ററും റെസിസ്റ്റർ കൂടുതലായി അല്ലേ? കൂടുതലായാലേ പതുക്കെ ചാർജ് ചെയ്യുള്ളൂ.
അങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്റർ മാറ്റിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ വാം അപ്പ് ടൈം വളരെ ചെറുതാണെങ്കിലോ, ടു ഷോർട്ട് ആണെങ്കിൽ ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ വളരെ ചെറുതായി, അപ്പം അത് നിങ്ങൾ കൂട്ടുകയും വേണം. റിലേ ഈസ് നോട്ട് സ്വിച്ചിങ്, റിലേ സ്വിച്ച് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായിരിക്കും പ്രോബ്ലം? ഒന്നെങ്കിൽ റിലേ പോയിട്ടുണ്ടാവും, ഈ റിലേ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആയിട്ടുണ്ടാവും, മീൻസ് ട്രാൻസിസ്റ്റർ ബേൺ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ സെക്ഷൻ പ്രോപ്പറായിട്ട് സ്വിച്ച് ചെയ്യുന്നില്ല. എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും. അതും നിങ്ങൾ നോക്കി കണ്ടുപിടിക്കുക. എക്സ്പോഷർ ടൈം ഇസ് ഡിഫറെൻറ്റ്. എക്സ്പോസ് ചെയ്യുന്ന സമയം ഡിഫറെൻ്റ് ആണ്. എക്സ്പോസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ടൈം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്തായിരിക്കും കാരണം? ഒന്നുകിൽ ഈ R അല്ലെങ്കിൽ ഈ C, അതായിരിക്കും കാരണം. ഓക്കെ, അടുത്തത് LED ബ്ലിങ്ക്സ് ഇൻ വെരി ഷോർട്ട് ഡ്യൂറേഷൻ. ഇതൊക്കെ നിങ്ങൾ കണക്ട് ചെയ്തു. അപ്പം എന്ത് ചെയ്തു? സ്വിച്ച് ഓൺ ചെയ്തു. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് 1.2 സെക്കൻഡ് കഴിയുന്ന സമയത്ത് ഇങ്ങനെ IB ഉണ്ടാവും, IC ഉണ്ടാവും, റിലേ സ്വിച്ച് ചെയ്യും. റിലേ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു സൗണ്ട് കേൾക്കും അവിടെ. അങ്ങനെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് VCC കിട്ടും. അങ്ങനെയൊക്കെ കിട്ടി, സൗണ്ട് കറക്റ്റായിട്ട് കിട്ടി. പക്ഷേങ്കിൽ ഈ LED ബ്ലിങ്ക് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നില്ല. കാണാൻ പറ്റാത്ത രീതിയിൽ എന്തോ ഒന്ന് ബ്ലിങ്ക് ചെയ്ത് പെട്ടെന്ന് അങ്ങ് ഓഫായി. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും കാരണം? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കാരണം ഉണ്ടാകുന്നത് അതിന് പ്രോപ്പറായിട്ട് ട്രിഗർ കിട്ടിയിട്ടില്ല, അതായിരിക്കും കാരണം. അപ്പം നിങ്ങൾ ഈ സെക്ഷനാണ് നോക്കേണ്ടത്. നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു 1K കൊടുത്തു വിചാരിക്കുക. 1K കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് പെട്ടെന്ന് തന്നെ ചാർജ് ആവും. ഇവിടെ ഏകദേശം 1.3 സെക്കൻഡ് VCCനേക്കാളും കുറവ് കിട്ടിയാൽ മാത്രമേ ഇത് പ്രോപ്പറായിട്ട് സ്വിച്ച് ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ 1K അങ്ങനെ കൊടുത്തെങ്കിൽ ഈ കപ്പാസിറ്റർ പെട്ടെന്ന് ചാർജ് ആവാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇത് കിട്ടില്ല. അപ്പോൾ 10K ആണ് കൊടുത്തെങ്കിൽ പതുക്കെ ചാർജ് ആവുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു പ്രോബ്ലം ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. അപ്പം അതും കൂടെ നിങ്ങൾ നോക്കുക. ഇതാണ് റെഫറൻസിലൂടെയൊക്കെ നിങ്ങൾക്ക് പോകാം. താങ്ക് യു.